അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്നെടുത്ത് വായിച്ചാട്ടെ. പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഈ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ലൂക്കോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ എഴുതിയതാണ്. ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ലൂക്കോസിനെ കൊണ്ട് തന്നെ ഈ അപ്പോസ്തലപ്രവൃത്തി എഴുതിച്ചത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. പുതിയ നിയമത്തെ 4ആയിട്ടാണ് നാം തിരിച്ചു പഠിക്കുന്നത്. ഒന്ന് സുവിശേഷ പുസ്തകം, രണ്ടാമത്തത് ചരിത്ര പുസ്തകമാണ്, മൂന്നാമത്തത് ലേഖനവും, നാലാമത് പ്രവചനവുമാണ്. ഏക പ്രവചന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഏക ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയാണ്. ലൂക്കോസ് സുവിശേഷ പുസ്തകവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയിട്ടുണ്ട്. സുവിശേഷ പുസ്തകം യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ 33.5 വർഷത്തെ ചരിത്രമാണ്. അങ്ങ് മറിയയുടെ ഉദരം കടമെടുത്ത് യേശു ഉലകത്തിൽ പിറന്ന നാൾ മുതൽ കാരിരുമ്പാണിയിൽ അർദ്ധനഗ്നനായി ഗാൽഗുത്തായുടെ കുലമേട്ടിൽ അറവശാലയിലെ കുറക് പോലെ തൂങ്ങിക്കിടക്കുന്ന ആ ചരിത്രത്തിലേക്കൊക്കെയാണ് ലൂക്കോസ് കയറിപ്പോകുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി ദൈവസഭയുടെ ഏതാണ്ട് 33 വർഷത്തെ ചരിത്രമാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് 65 വർഷത്തിലധികം പഴക്കമുള്ള പരിശുദ്ധാത്മാവിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും ചരിത്രത്തെ ഒപ്പിയെടുത്തൊരു ദൈവമനുഷ്യനാണ് ലൂക്കോസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇച്ചൂടെ കയറ്റി പറയാം. അതിനൊക്കെ ആത്മീക ഭാഷകളാണ് കുറച്ചുകൂടെ നല്ലത്. യേശു കർത്താവിനോടുകൂടെ 33.5 വർഷവും പരിശുദ്ധാത്മാവിനോടുകൂടെ 33 വർഷവും നടന്ന ഒരു അതികായനായ ദൈവത്തിൻ്റെ മനുഷ്യൻ. ഞാൻ ഈ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ 365 വർഷം ആയുസ്സുള്ള എൻ്റെ ശബ്ദം നിങ്ങൾക്ക് അസ്വസ്ഥതയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഉണ്ടെ സഹിച്ചോളം പറയാനായിരുന്നു. 365 വർഷം ദൈവത്തോട് കൂടെ നടക്കുക. ഇപ്പം എൻ്റെ ഇളയ പെങ്ങള് ഇവിടെ പാറശാലയിൽ താമസിക്കുന്നുണ്ട്. അവർ സുവിശേഷ വേല ചെയ്യുന്നവരാണ്. ഇനി അവരാരാണ്, അവരുടെ അഡ്രസ്സ് അതൊന്നും അല്ല എൻ്റെ വിഷയം. അവർ കോട്ടയത്ത് താമസിച്ചിരുന്നവരാണ്. അവളെ വിവാഹം കഴിച്ചത് എൻ്റെ പേര് തന്നെയുള്ള ഒരാളാണ്. സുഭാഷ് എന്നാണ് അവൻ്റെയും പേര്. അവൻ അടൂക്കാരനാണ്, അടൂര്. ഞങ്ങൾ കോട്ടയംകാരാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ അറിവിൽ ഒരു 10 വർഷത്തിലേറെയായിക്കാണ്. ഇപ്പം അവരുടെ സ്ലാങ് മുഴുവൻ ട്രിവാൻഡ്രമാണ്. അവളുടെ മോനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടേക്ക്, നിങ്ങൾ എവിടെ നിൽക്കണ് വേണ്ട, ഞാനപ്പോൾ ഇങ്ങനെ ഒരു നോട്ടോ. ഞാൻ ഒരു ഭാഷകളെയും നിന്ദിക്കാനും വന്ദിക്കാനും ഒന്നും എനിക്ക് നേരമില്ല. എൻ്റെ വിശ്വാസം എന്നല്ല, നിങ്ങൾ ഈ പറയുന്നതേ മനസ്സിലാക്കാം. ഞാൻ പറയുന്നതിന് അപ്പുറത്ത് കയറി ചിന്തിക്കരുത്. അപ്പോൾ അവൻ്റെ സംസാരത്തിലെല്ലാം നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകണം, നമ്മൾ ഇങ്ങനെ ഒരു സ്ലാങ്ങിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 10 വർഷം ഒരു കൾച്ചറിൻ്റെ അകത്ത്, ഒരു ഭാഷയ്ക്കകത്ത് പോയി താമസിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് അതങ്ങ് വരിക. പത്രോസ് ഒത്തിരി ബലം പിടിച്ചിട്ടാണ് മഹാപുരോഹിതന്റെ മുറ്റത്ത് പോയിരുന്ന് സംസാരിച്ചത്. അപ്പോഴും ഒരു ചെറുപ്പക്കാരത്തി കൊച്ചു പറഞ്ഞ്, ഇവന്റെ സംഭാഷണം ഇവൻ മശിഹയുടെ കൂടെയുള്ള ആളാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവപൈതലിൻ്റെ സംസാരത്തിനൊരു ശൈലി ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു 10 വർഷം താമസിച്ചവർക്ക് 30 വർഷം യേശുവിൻ്റെ, പത്രോസൊക്കെ 30 വർഷം യേശുവിൻ്റെ കൂടെ നടന്നോ? ഇല്ല, 3.5 വർഷം. ജസ്റ്റ് 42 months, 42 മാസം മാത്രമാണ് കൂടെ വരണേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഉൽക്ക തല വീണാലും ഞാൻ സ്തോത്രം പറയലെന്ന് പറഞ്ഞ് യോഗത്തിന് ഇരിക്കരുത്. പ്ലീസ് എന്നോട് കൂടെ വരണം.
ഈ 42 മാസം നടന്നപ്പോ സംസാരം പോലും ഒളിപ്പിക്കാൻ കഴിയാതെ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം പറയാം. എനിക്ക് 2 മക്കളുണ്ട്. മോള് 12th കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻട്രൻസിന് പോയിക്കൊണ്ടിരിക്കുക. മോന് 5ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ഈ പിള്ളേരുടെ കാര്യത്തിലൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് എൻ്റെ കാര്യത്തിന് തന്നെ നേരം കിട്ടാറില്ല. അപ്പോൾ അതെല്ലാം വൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പേരൻസ് മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നു. അപ്പോൾ പള്ളിയിലച്ഛനോ അവിടുത്തെ ഒരു കാത്തലിക് സ്കൂളാണ്, അവിടുത്തെ പ്രിൻസിപ്പൾ ഏതാണ്ട് പറഞ്ഞ വഴി എൻ്റെ ഭാര്യ അവിടെ ആമേൻ അറിയാതെ ആളുകളല്ലേ അവക്കിട്ട് തിരിഞ്ഞു നോക്കുക. പേരൻസ് മീറ്റിങ്ങിനായിരിക്കുന്നത് എന്തോ ഒരു കാര്യം പറഞ്ഞാൽ അറിയാതെ ആമേൻ. കാര്യം ഈ വർഷങ്ങളായിട്ട് ഈ യോഗത്തിനിരിക്കുമല്ലേ, നമ്മൾ അറിയാതെ ആമേൻ. അപ്പൊ ഈ കൾച്ചർ നമ്മളിലോട്ട് കയറുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സന്തോഷത്തോടെ വരണേ. പാസ്റ്ററിനോട് 11 മണിക്ക് നിർത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും എനിക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ട് ഞാൻ 9 മണിക്ക് നിർത്തും. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം, എന്നോട് കൂടെ വരണം. ഹല്ലേലൂയ. ഈ 42 മാസം നടന്ന ഒരാൾക്ക് ഇത്രയും ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾ ഹാനോക്കിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. 300 വർഷം, എൻ്റെ അപ്പേ, 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നു പറഞ്ഞാൽ നമ്മുടെ ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹാനോക്ക് രാവിലെ 6 മണിയാകുമ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയും പൗഡർ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ദൈവം രാവിലെ വരുന്നു. ഇവരൊന്നിച്ച് സൂവിൽ പോകുന്നു, ശംഖുമുഖം കടപ്പുറത്ത് പോകുന്നു, നിലക്കടല തിന്നാൻ പോകുന്നു. അങ്ങനെയൊന്നും അല്ല. ഇവൻ്റെ മൈൻഡ് ദൈവവുമായിട്ട് ലോക്കായി. 300 വർഷം. എൻ്റെ പാസ്റ്ററെ അത് എങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്കറിയില്ല. 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നു വെച്ച് ഹാനോക്കിനെ കയ്യെ പിടിച്ച് ദൈവം പറയാ, മക്കളെ ഞാൻ മേളിലോട്ട് പോവാ, മക്കൾ ഇവിടെ നിന്നോ. അപ്പൊ ഈ ദൈവം ഹാനോക്കിന് നോക്കുമ്പോണല്ലോ, ഹാനോക്കിന് ഭാര്യയുണ്ട്, ഹാനോക്കിന് മക്കളുണ്ട്. പക്ഷെ ഹാനോക്കിന് ഭാര്യയെ പിരിയാം, മക്കളെ പിരിയാം, പക്ഷെ ദൈവത്തെ പിരിയാൻ പറ്റുകയില്ല. ആമേൻ. ഇനി തമ്പുരാൻ നോക്കിയപ്പോഴുള്ള പ്രശ്നം പറയാം. ഹാനോക്കിന്റെ കൾച്ചർ മുഴുവൻ സ്വർഗത്തിന്റെ കൾച്ചറായി. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല എൻ്റെ അപ്പേ. ഹാനോക്കിന് നെയ്യാറ്റിൻകര ടൗണിൽ പോയി നിൽക്കാൻ പറ്റില്ല. ഹാനോക്കിന് പാറശാല നിൽക്കാൻ പറ്റില്ല. ഹാനോക്കിന് ട്രിവാൻഡ്രത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം അവന്റെ കൾച്ചർ വേറെയായി. അവസാനം ദൈവം എടുത്തൊരു തീരുമാനം എന്നറിയോ? മക്കൾ ഇവിടെ നിൽക്കണ്ട, എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവും? ഇതുപോലെ ഈ ലൂക്കോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരിക. ഞാനിതൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക്, എനിക്ക് സത്യമായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം, എനിക്കൊരു ഗിമിക്കിങ് കാണിക്കാൻ അറിയത്തില്ല. അവിടെ കത്തുന്നൊന്നും ഞാൻ പറയുകയില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഈ പുസ്തകം നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരാം, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ബാക്കിയൊക്കെ ഈ പുസ്തകം ചെയ്യട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം അവിടെ തൊട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. തൊട്ട അവർക്കറിയാമല്ലോ. അതവിടെ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകായിരിക്കും. എന്നാലും എനിക്ക് അതിനകത്തൊന്നും വലിയ പ്രതീക്ഷയില്ലാത്തയാളാണ്. ഈ വചനം കറയില്ലാതെ ഇനി ഒരാൾ വിഷം കുടിച്ചാൽ പിന്നെ വിഷക്കമ്പനിക്കാരന് വ്യാപരിക്കട്ടെന്ന് പറയുമൊന്നും വേണ്ട. അകത്ത് ചെന്നത് വിഷമാണോ അത് വ്യാപരിച്ചോളൂ, അല്ലേ? ഇപ്പോൾ ഒരുത്തൻ വിഷം എടുത്ത് കുടിച്ചു. അയ്യോ സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ കൂട്ടുകാരന്മാർ 1-2 പാസ്റ്റർമാരുടെ കൂടെ ഒരു ഹോട്ടലിൽ ഇച്ചിരി ഭക്ഷണം. എനിക്കതൊന്നും വലിയ സന്തോഷമൊന്നുമുള്ള കാര്യമല്ല, എന്നാലും ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല ഏരിയുള്ള ഏണ്ടൊക്കെ കിട്ടി. അന്നേരത്തെ എല്ലാവരും വർത്താനം പറഞ്ഞിരുന്ന കൂടെ, പക്ഷേ ഒരു 1.5 ദിവസം ആ എരിവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചെന്നിടത്തെല്ലാം ഒരു എരിവിരി സഞ്ചാരം. മൊത്തത്തിലൊരു എനിക്കന്നേരം മനസ്സിലായി, എരിയുള്ളതകത്ത് എന്നാൽ പിന്നെ ഹോട്ടലുകാരൻ പുറകെ നടന്നുകൊണ്ട് വ്യാപരിക്കട്ടെ എന്ന് പറയണ്ട, അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. ആ എരിവൻ്റെ ഒരു മുളകിനൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചു. ഓക്കെ, ഇനി ഞാൻ ലൂക്കോസിലേക്ക് വരുവാണെങ്കിൽ കൂടെ വരണം. ഈ ബിനിൽ പാസ്റ്റർ ലൂക്കോസിൻ്റെ ദൈവം പേന കൊടുത്തു. പേന കൊടുത്തിട്ട് പറഞ്ഞു, നീ സുവിശേഷം എഴുതണം. എന്താ സുവിശേഷം? യേശുവിനെ കുറിച്ച് എഴുതണം. എല്ലാവരും ശ്രദ്ധിക്കണേ, യേശുവിനെ കുറിച്ച് എഴുതണം. അപ്പോൾ ലൂക്കോസ് പേന എടുത്തു. ലൂക്കോസ് സത്യത്തിൽ എഴുതേണ്ടത് യേശുവിനെ കുറിച്ചാണ്.
പക്ഷേ ഈ ലൂക്കോസിന്റെ മൈൻഡിൽ കിടക്കുന്ന വേറെ എന്തോ ഒരു സാധന. അതിനർത്ഥം ലൂക്കോസിന് യേശുവിനെ ഇഷ്ടമല്ലെന്നല്ല. ഈ പണ്ട് ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ ഈ ഓരോ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. ഈ പണ്ട് ഈ കുറേ വർഷം കൂടുമ്പം സ്കൂളിലൊക്കെ പഠിപ്പീരൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു അധികാരി അവിടെ ചെല്ലുള്ളൂ. അയാളുടെ പേരാണ് ഡിയോ ഡി എന്തെങ്കിലും പറ, എന്തോ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അവരിങ്ങനെ ഒരു 5 വർഷം കൂടുമ്പോൾ സ്കൂളിലൊക്കെ ചെല്ലും. എന്നിട്ട് അവർ ഈ പഠിപ്പീരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുക. പശു നമുക്ക് പാല് തരുന്നു, പശു നമുക്ക് ചാണകം തരുന്നു, പശു നമുക്ക് പശുവിൻ്റെ മൂത്രം തരുന്നു, അത് വളമാണ്, പാല് നമുക്ക് തൈര്, ഇങ്ങനെ പശുവിനെ കുറിച്ച്. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പശുവിനെ കുറിച്ച് പഠിപ്പിച്ചല്ലോ. ഈ പുള്ളി അവിടുന്ന് പോയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് പിന്നെ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അപ്പോഴും ഈ ടീച്ചർ പശു, പാല്, ചാണാന്. അന്നേരം ഈ പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് ഈ 5 വർഷം കഴിഞ്ഞിട്ട് പശുവിന് ചാണാനും അല്ല പറഞ്ഞു. സാറ് കേട്ടോ, എനിക്ക് വേറെ കാര്യം അറിയാമെന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് പുള്ളിക്കാരത്ത് പറഞ്ഞു, തെങ്ങ് നമുക്ക് തേങ്ങ തരുന്നു, തെങ്ങ് നമുക്ക് ഓല തരുന്നു, ഓല നമുക്ക് ഈർക്കിൽ തരുന്നു, തെങ്ങ് നമുക്ക് തേങ്ങയുടെ തൊണ്ട് തരുന്നു, തെങ്ങ് നമുക്ക് പശുവിനെ കെട്ടാം, പശു നമുക്ക് ചാണാൻ തരുന്നു. കണ്ടാ, ഈ പുള്ളിക്കാരത്തിന് എവിടെ കൊണ്ടാക്കിയാലും കറങ്ങി തിരിഞ്ഞ് എവിടെ വരും? പശു. ഇതുപോലെ ഈ ലൂക്കോസിന്റെ മൈൻഡിൽ എന്തോ ഒരു സാധനം കയറി കിടക്കുക. ഹല്ലേലൂയ. എനിക്കിത് രാത്രി പൊട്ടിത്തെറിക്കണമെന്ന് തോന്നുക. ഒരു സാധനം ഇയാളുടെ മൈൻഡിനകത്ത് കയറി കിടക്കുക. ഇനി ശ്രദ്ധിച്ചോണം, യേശുവിനെ കുറിച്ച് എഴുതാൻ പേന കൊടുത്ത പുള്ളി ലൂക്കോസ് 1:35. കുനിയരുത് എന്നെ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ലൂക്കോസ് 1:35. ആമേൻ. അത്യുന്നതന്റെ ശക്തി നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. പേന എടുത്തത് യേശുവിനെ കുറിച്ച് എഴുതാനാ, എഴുതി വന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. 3:21. ആത്മാവ് പ്രാവ് എന്നതുപോലെ ദേഹരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങുന്നു. 2, 3. ലൂക്കോസ് 4:1. യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ലൂക്കോസ് 4:14. യേശു ആത്മാവിൽ ബലപ്പെട്ടു ഗലീലയ്ക്ക് പുറപ്പെട്ടു. ലൂക്കോസ് 11. അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ എന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ എത്രയധികം കൊടുക്കും. തീർന്നില്ല, പിന്നെയും എഴുതുകയാ, ആത്മാവിനെ ധരിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇയാള് പേന എടുത്തത് യേശുവിനെ എഴുതാനാ. പക്ഷെ ഇയാൾ എഴുതി വരുമ്പോ അറിയാതെ പരിശുദ്ധാത്മാവ് കയറി വരും. എന്റെ ഭാഷ പറഞ്ഞാൽ ആത്മാവിനാൽ ലോക്ക് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ. അന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി എഴുതുന്നുണ്ടെങ്കിൽ അത് എന്റെ ലൂക്കോസ് എഴുതിയാൽ മതിയെന്ന്. ഞാൻ ദൈവമക്കളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയിൽ അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ പേടിക്കണ്ട. പ്രോസ്പെരിറ്റി, നിന്റെ ചർച്ചിലുള്ളവർക്ക് കടം മാറുമെന്ന് പറഞ്ഞാൽ അത് പാപമല്ല. നിങ്ങൾ കേട്ടില്ലല്ലേ? ചർച്ചിൽ വരുന്ന ദൈവമക്കൾക്ക് കടം മാറുമെന്ന് പറഞ്ഞാൽ അത് പാപമല്ല. ഹല്ലേലൂയ. 26-ാം തീയതി ജപ്തി ചെയ്യുമെന്നോർത്ത് ഒരു കയറെ പോയി ഒരാൾ തൂങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ ആ വിഷയം പരിഹരിക്കപ്പെടുന്നത്? ഹല്ലേലൂയ. കൊച്ചുങ്ങളെ കല്യാണം കഴിക്കാൻ കാശില്ലാതെ ഒരു കുടുംബം മുഴുവൻ വിഷം കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവരുടെ ഗതികേട് മാറുന്നത്? ഞാൻ ഉറക്കെ പറയുന്നു, 2024 നിന്റെ സാമ്പത്തിക മേഖലയെ കരമടിക്ക് ശക്തിയോടെ നിന്റെ സാമ്പത്തിക മേഖലയെ യേശു തൊടുകയാ. ഒരു ദൈവപൈതല് ഓലപ്പരക്കകത്ത് കിടന്ന ദൈവത്തിന് എന്താ സന്തോഷം? ഒരു ദൈവപൈതലിന്റെ തലമുറ 8ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം നിർത്തിയാൽ ദൈവത്തിന് എന്താ സന്തോഷം? കള്ളുകുടിയനും ആഭിചാരകനും വ്യഭിചാരകനും കുലുക്കി കുത്തുകാരനും മുച്ചീട്ട് കളിക്കാരനും ഒരു കാറെ കയറി പോകുമ്പോ
അന്യഭാഷ പറയുന്നവൻ വെയിലത്തൂടെ നടക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്താ നേട്ടം? എഴുതി വെച്ചോ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. Somebody shout. Lara Masa. കൈയുള്ളവർ കൈയടിച്ച് ദൈവം ഇത് പോരാ, പ്രതികരിക്ക്. യേശുവിന്റെ നാമത്തിൽ സകല ദാരിദ്ര്യങ്ങളും ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനൊരു പ്രോസ്പെരിറ്റി ഉപദേശിയാന്നല്ല. യേശു എന്ന പേര് വിളിച്ചാൽ അതിനകത്തൊരു നന്മയുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പക്ഷെ ഇവിടുത്തെ അബദ്ധം എന്നാണെന്നറിയോ? ഈ കരിയല പറപ്പിക്കാൻ വേണ്ടി കാർ ഓടിക്കരുത്. ഇതും കൂടെ കേട്ടോണം. കാർ ഓടുമ്പം കരിയല പറക്കണം. ഒന്നുകൂടെ പറ. കരിയല പറപ്പിക്കാൻ വേണ്ടി കാർ ഓടിക്കുന്നവൻ ഭ്രാന്തരാണ്. എന്നാൽ നീ കാർ ഓടിക്കുമ്പോൾ കരിയല പറക്കട്ടെ, അത് സ്വാഭാവികമാണ്. യേശുവിനെ സേവിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല, പക്ഷെ സേവിച്ചാൽ നന്മയുണ്ടാകും. യേശുവിനെ സേവിക്കുന്നത് മകളെ കെട്ടിക്കാനല്ല, വീട് വെക്കാനല്ല, വണ്ടി മേടിക്കാൻ, പക്ഷേ സേവിച്ചാൽ തെയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം എന്ന് പറഞ്ഞ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുക. ഈ ഹോളി സ്പിരിറ്റിനെ വല്ലാതെ വട്ടം പിടിച്ചുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിൻ്റെ സമാനതകളില്ലാത്തൊരു ഗ്ലോറി എന്ന് പറഞ്ഞാൽ, മഹത്വം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവസഭയുടെ ആരംഭം ഈ പുസ്തകത്തിലാണ്. അയ്യോ എന്നാ ഉണങ്ങി ആമേന. ചർച്ച് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ മർമ്മമാണ്. അത് ഭൂമിയിൽ ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഈ അപ്പോസ്തല പ്രവൃത്തിയിലാണ്. രണ്ടാമത്, അന്യഭാഷ ഭാഷണത്തിൻ്റെ തുടക്കം ഈ പുസ്തകത്തിലാണ്. മൂന്ന്, അടിസ്ഥാന വേദോപദേശം, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് എന്തെന്നറിയാമോ? മാനസാന്തരം, സ്നാനം, അഭിഷേകം, വേർപാട്, അപ്പം നുറുക്കല്, കൂട്ടായ്മ, പ്രാർത്ഥന. ഇങ്ങനെ 7 തൂണുകളാണ് സഭയ്ക്കുള്ളത്. സത്യം പാസ്റ്റർ, രക്ഷിക്കപ്പെടാത്ത ഒരു സ്വർഗത്തിൽ പോകുമോ? ഇല്ല. നിങ്ങൾ പാസ്റ്ററെ നോക്കി ചോദിക്കേണ്ടത് മോശമല്ല. സ്നാനപ്പെടാത്ത ഒരു സ്വർഗത്തിൽ പോകുമോ? ഇല്ല. നാളെ ഒരുത്തം വന്നിച്ച് എന്നോട് ചോദിച്ച്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, നീയും അതുപോലെ ആണിയെ കിടക്കുവാണെങ്കിൽ പെടണ്ട, നീ താഴെയല്ലേ. അല്ല, ഇവനിങ്ങനെ തൂങ്ങിക്കിടക്കുവാണെങ്കിൽ പെടണ്ട, ആര് നിർബന്ധിച്ചു? നിലത്ത് നിൽക്കുന്നവൻ എന്തിനാ? വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറാൻ പോണത്? അത് വേറെ വിഷയമല്ലേ. അപ്പം സ്നാനപ്പെടാത്തവനോട് പോവുകയല്ല, സ്വർഗത്തിൽ പോവുകയല്ല. റോമാലേഖനം 6, അടക്കത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചാൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കാം. അടക്കത്തിൻ്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്ന ഒറ്റ ശുശ്രൂഷയേ ഉള്ളൂ, അത് ബാപ്റ്റിസമാണ്. അതുകൊണ്ട് സ്നാനപ്പെടാത്തവൻ സ്വർഗം വെറുതെ കിടന്ന് വടക്കേണ്ടിക്കാർക്ക് വാടകയ്ക്ക് കൊടുത്താലും സ്നാനപ്പെടാത്തവൻ സ്വർഗത്തിൽ പോവുകയല്ല. രക്തത്താൽ മൂന്നാമത്തത് ആത്മാഭിഷേകമാണ്, ആത്മാധിവാസമാണ്, ആത്മനിറവ്. അപ്പൊ ആത്മനിറവില്ലാത്തവന് സ്വർഗത്തിൽ പോകാൻ പറ്റി. എൻ്റെ ആത്മാവില്ലാത്തവൻ, നിങ്ങൾ എന്നെ മിണ്ടാത്ത, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അത്രേ ഉള്ളു കാര്യം. അടുത്തത് വേർപാട്. അത് നല്ല വൃത്തിയായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷെ അതൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞാൽ യോഗത്തിലൊക്കെ ആള് കുറയുമെന്നേ. ഈ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി നിൽക്കാൻ വിശ്വാസിക്ക് അനുവാദമില്ല.
ആമേ ആമേ. വലിച്ചില് കണ്ട ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി നിൽക്കാൻ പറഞ്ഞു. വിശ്വാസിക്ക് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഈ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് ഈ പെന്തക്കോസ്ത് ഇത്രയും അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം അറിയോ? അവരുടെയൊക്കെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈ വൈകുന്നേരം ആകുമ്പോൾ അച്ചായൻ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് അച്ഛൻ ഇച്ചിരി നല്ല കാപ്പിയൊക്കെ കുടിച്ചേച്ച് ഇച്ചിരി ചൂടുവെള്ളത്തിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞേച്ച് ഒരു നല്ല മുണ്ടുമൊക്കെ എടുത്തു കൊടുത്ത് അങ്ങോട്ടിരിക്കുമ്പോൾ അമ്മച്ചി അടുക്കളയിലെ പണിയല്ലേ പിള്ളേരും എല്ലാം കൂടെ കണക്ക് ബുക്കൊക്കെ അടച്ചു വെച്ചേച്ച് വന്ന് എല്ലാവരും കൂടെ വട്ടം കൂടി വെച്ചു. ഓ ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടും. എന്നെ രസമല്ലേ? ഓ ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിൽ തെറ്റുകുറ്റങ്ങൾ എന്നിൽ മുറ്റും ക്ഷമിക്കണമേ അടിയാറെ ഉറ്റു സ്നേഹി. അപ്പൊ അങ്ങനെ ഇരുന്നൊന്ന് പാടി എല്ലാവരും ഒന്ന് രാത്രി കിടന്നുറങ്ങി. രാവിലെ കണ്ണും തിരുമ്മി ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ ഒരു പാട്ടേക്കാം. ഓ രാവിലെ തോറും പരനേ നിന്ദയ, രാത്രിയിൽ നിൻ വിശ്വസ്തത വർണ്ണിപ്പതുചിതം, സ്തുതിപ്പതുചിതം, എൻ ദൈവമേ സ്തുതി നിനക്കു ജീവിതം. എന്ത് രസ! രാത്രി പാടി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി, രാവിലെ പാടി പ്രാർത്ഥിച്ച്. ഇത് ചിലർക്ക് വൈകുന്നേരമാകുമ്പോൾ ആ അമരവിള ആ ജംഗ്ഷനിൽ പോയി നിന്ന് ഒരു കുമ്പിള് കടല മേടിച്ച് വായിക്കകത്ത് ഇങ്ങനെ എറിഞ്ഞു പിടിച്ചില്ലേ ഉറക്കം വരികയില്ലാത്ത ആളുകളുണ്ട്. എന്നെ ഒടുക്കത്തെ ഉന്നമെന്നറിയോ? ഇന്ത്യയുടെ ഗോളിയാക്കിയ ഒറ്റ ഗോള് വീഴുകയല്ല, മുഴുവൻ പിടിക്കും. അങ്ങനെ പോയി അവിടെ ആ റോട്ടിൽ പോയി ഇങ്ങനെ വായി നോക്കി അങ്ങനെ അങ്ങ് നിന്നില്ലെങ്കിൽ സമാധാനം. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ കളയരുത്. ഉണ്ടോ? നിങ്ങൾക്ക് പതുക്കെ പതുക്കെ എന്നോട് ദേഷ്യം വരാൻ തുടങ്ങിയല്ലേ? ദേഷ്യം വരരുത്. ദൈവം നമ്മളെ വിളിച്ചത് അതിനല്ല. ജാതികളുടെ കൂട്ടത്തിൽ ഒച്ചത്തിൽ പറഞ്ഞോ. ഇതിപ്പോൾ ഞാനിതൊക്കെ പറയും, ഓ അങ്ങേറ്റത്തൊരു വിശുദ്ധം വന്നിരിക്കുന്നു എന്നൊക്കെ അങ്ങനെയൊന്നും പറയും. ഞാൻ അങ്ങനെ അങ്ങേറ്റമൊന്നുമല്ല. ഞാനൊരു നോർമൽ ലൈഫ് പ്രോസസ്സ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയി നിൽക്കുമ്പോൾ അവിടെ ഒരുത്തൻ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുക. ഈ നമ്മുടെ അച്ഛൻ വലിക്കുകയെന്ന് പറഞ്ഞാലും ആ സിഗരറ്റായിട്ട് നോക്കി ഒരു നിപ്പുണ്ട് ഇങ്ങനെ, ഇത് കണ്ടോ? എന്നാൽ അവനിങ്ങനെ അകത്തോട്ട് ഒരു പുള്ളി അറിയാം. അതിന് നയനഭോഗം എന്നാണ് ബൈബിള് പറയുന്നത്. ചെയ്യാൻ പറ്റാത്ത കാര്യം കണ്ടുകൊണ്ടിരിക്കുക. എന്നെ കൺവെൻഷന് വിളിക്കുന്ന അച്ഛൻ ഏറ്റവും നല്ലത്. കാര്യം ഒരു ദോഷവും പറയുകയല്ല. ക്രൂശിനെ കുറിച്ച് വെച്ചടിച്ചേച്ച് ഞാനങ്ങ് പോകും. ചർച്ചിനകത്താകുമ്പോൾ ഇച്ചിരൂടെയൊക്കെ ഇറങ്ങി പറയേണ്ടി വരികയല്ലേ? അത് കുഴപ്പമുണ്ടോ? അങ്ങനെ ഹല്ലേലൂയ. അപ്പം വേർപാടൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ കൂട്ടായ്മയും വലിയ കാര്യമാണ്. വിട്ടോട്ടെ, ഞാൻ ഈ ദൂതിനകത്തോട്ട് കയറിക്കോട്ടെ. അപ്പം ഒന്ന്, ഈ 2-ാം അധ്യായം സഭ തുടങ്ങാൻ പോവാം. അടുത്തത് അന്യഭാഷയുടെ തുടക്കം. അടുത്തത് അടിസ്ഥാന വേദ ഉപദേശത്തിന്റെ തുടക്കം. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോസ്തലപ്രവൃത്തി തുറക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം, ഇത് സാധാരണ പുസ്തകമല്ല. ചർച്ച് ഇനാഗുറേറ്റ് ചെയ്തത് ഇവിടെയാണ്. 2, എൻ്റെ വായിൽ അന്യഭാഷ കിട്ടിയത് ഇവിടെയാ. ഞാൻ അതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോവാ. നിങ്ങളുടെ കൂടെ വരണേ. പൊട്ടും, നമ്മുടെ അകത്തൊരു അഗ്നിപർവ്വതം പൊട്ടും. കണ്ണടച്ചിരിക്കുന്നവർ ഒത്തിരി ധ്യാനിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് തുറക്കണം, എന്നെ കൂടെ നോക്കണം കേട്ടോ. ഹല്ലേലൂയ. കാര്യം 66 പുസ്തകമുള്ള അവർ ചിലപ്പോൾ 67-ാമത്തെ ഇപ്പോൾ എഴുതും. ശ്രദ്ധിച്ചോളൂ. അടുത്തത് അടിസ്ഥാന ഉപദേശങ്ങൾ. അപ്പം ഞാൻ ഈ പുസ്തകത്തിനകത്തോട്ട് ഒന്ന് ചാടിയൊക്കെ കയറാൻ പോവാം. ഈ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യ, അവർ സംഘമായി കൂടിയിരിക്കുമ്പോൾ. അവിടെ ഒരു വാക്യമുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? അവരെങ്ങനെ കൂടിയിരിക്കുമ്പോൾ? ഒച്ചത്തിൽ പറ, സംഘമായി. ആമേ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. 1-ാം അധ്യായത്തിൽ ഒരു സംഘമാണ്. ആര്? യേശുവിൻ്റെ അമ്മ മറിയ,
ആര്? പത്രോസ്. ആര്? അന്ത്രയോസ്. ആര്? യാക്കോബ്. ആര്? ബർത്തലോമായി. ആര്? ഫിലിപ്പോസ്. ആര്? തദ്ദായി. ആര്? യൂദ. ആര്? ശീമോൻ. ഇവരെല്ലാരും 1-ാം അധ്യായത്തിൽ സംഘമാണ്. 2-ാം അധ്യായത്തിൽ അവരുടെ പേര് സംഘമെന്നല്ല, സഭയെന്നാ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ചോദ്യരെ സംഘം എങ്ങനെ സഭയാകുമെന്ന്. സംഘത്തെ സഭയാക്കുന്നത് കെട്ടിടമല്ല, ആമേൻ, പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ കരമൊന്ന് അടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്കാമോ? എന്റെ ആത്മാവില്ലാത്തവൻ ഇന്ന് രാത്രി ഈ സഭയോട് പറയുമ്പോ നീ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ലോൺ കിട്ടാനല്ല കാത്തിരിക്കേണ്ടത്, വീട് വെക്കാനല്ല, കൊച്ചിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനല്ല, സാലറി കിട്ടാനല്ല, ഉയരാനല്ല, കാശുണ്ടാക്കാനല്ല. ഞാൻ കാല് പിടിച്ചു പറയുന്നു, ആമേ, സഭ കാത്തിരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആമേ, ഇല്ലെങ്കിൽ നീ സഭയല്ല, നീ സംഘം. സംഘം നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി പെന്തിക്കോസിനകത്ത് വന്നിട്ട് ആത്മനിറവ് പ്രാപിക്കാത്ത ആളുകളെ, ഹലോ, ആത്മനിറവ് പ്രാപിക്കാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? അന്യഭാഷയുടെ ഭാഷണം ഇല്ലാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? ആമേ, എന്താ അപ്പോസ്തലപ്പെടുത്തിയിരിക്കുന്നത്? അവർ അന്യഭാഷ സംസാരിച്ച് തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തിയിൽ 8 ഭാഗങ്ങളിൽ ആത്മാവിന്റെ ആഗമനത്തിന്റെ പ്രത്യക്ഷ തെളിവ് അന്യഭാഷയാണ്. അന്യഭാഷയാണ്. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയാം, ആത്മനിറവില്ലാതെ നിലാവത്ത് കോഴിക്കുഞ്ഞിരിക്കുന്ന പോലെ എത്ര വർഷം നീ പ്രാർത്ഥനയ്ക്ക് പോയാലും നിനക്ക് നിത്യതയിൽ പോകാൻ പറ്റില്ല. ആമേ, ഇന്ന് പകല് ആത്മനിറവിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ആത്മാവിനെ ഇവിടെ തൊട്ട് ഞാൻ ഈ ദൂതിൻ്റെ ഗൗരവത്തിലേക്ക് ഒന്ന് ഗിയർ മാറി കയറുക. നിങ്ങൾ എന്നോട് കൂടെ വരണം. എൻ്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച, എന്നെ വിരട്ടിയ ഒരു അധ്യായമുണ്ട് ബൈബിളിൽ. അത് മത്തായി 25 ആ അധ്യായം മുഴുവനല്ല, അതിനകത്ത് ഒരൊറ്റ പാരഗ്രാഫ് ഏതെന്നറിയാമോ? 10 കന്യകമാര് മണിയറയിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞൊരു ഭാഗം കിടപ്പുണ്ട്. എത്ര പേരത് വായിച്ചിട്ടുണ്ട്? എന്നോട് കൂടെ വന്നേ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന 3 വാക്കുകൾ നിങ്ങൾ അടിവരയിടണം. എന്നോട് കൂടെ വരണേ. 1, 10 കന്യകമാര്. ഒന്നാമത് അടിവരയിടേണ്ട വാക്ക് എന്നറിയോ? കന്യക. ഒച്ചത്തി പറഞ്ഞേ പറ കന്യക. രണ്ടാമത്തെ വാക്ക് പുറപ്പാട്, എക്സോഡസ്, വിട്ട് അവരിറങ്ങി. മൂന്നാമത്തെ വാക്ക് മറക്കരുത്, വിളക്കിലും പാത്രത്തിലും എണ്ണ. പറഞ്ഞേ, വിളക്കിലും പാത്രത്തിലും എണ്ണ. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? ഒരു ചോദ്യമുണ്ട്, എന്താണ് ക്രിസ്ത്യാനിറ്റി? ഒറ്റ വാക്കിൽ മറുപടി പറയാം, മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ഇത് വയറ്റിലെ മുഴ മാറാനും, ഇത് തലവേദന മാറാനും, ഇത് കൊച്ചിന്റെ കല്യാണം നടത്താനും, ഇത് വീട് വെക്കാനുമുള്ള ഒരിടപാടല്ല, മറിച്ച് ഒരു മണവാട്ടി മണവാളന്റെ ഒന്ന് കൈയടിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദർശനം നിത്യത അല്ലെങ്കിൽ ഇന്നുകൊണ്ട് നിർത്തണം പ്രാർത്ഥന. നിങ്ങളുടെ സ്വപ്നം
സ്വർഗം അല്ലെങ്കിൽ ഇന്നുകൊണ്ട് നിർത്തണം ഈ കയ്യടി. പിന്നെ എന്തിന് പാടണം അച്ഛാ? പിന്നെ എന്തിന് സ്നാനപ്പെടണം? പിന്നെ എന്തിന് കൈയടിക്കണം? നാട് വിട്ട്, വീട് വിട്ട്, നാമധേയ കൂട്ടം വിട്ട്, കൂട്ടുകാരെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, എന്തിന്? ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചയാളാ. 39 വർഷത്തിന് മുമ്പ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് എൻ്റെ അപ്പനെ അണലി കടിക്കുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ അപ്പനെ പാമ്പ് കടിച്ച്, അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ കുഴഞ്ഞതാ. പാമ്പിൻ്റെ കടിയേറ്റ് എൻ്റെ അപ്പൻ വീടിൻ്റെ മുറ്റത്ത് വീഴുന്നു. മകൻ മരിക്കുമെന്നുള്ള ആദ്യ കയറി നിലവിളക്കെടുത്ത് നെഞ്ചിനടിച്ച് എൻ്റെ വല്യപ്പൻ വീടിന് തിണ്ണയിൽ വീഴുന്നു. രണ്ടുപേരെ ആശുപത്രി കൊണ്ടുപോകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് 5ാമത്തെ ദിവസം പാമ്പ് കടിയേറ്റത് എൻ്റെ അപ്പനാ. ആദ്യം മരിച്ചത് എൻ്റെ വല്യപ്പൻ. ആ ശരീരം വീട്ടിൽ കൊണ്ടുവന്ന് ചിതയ്ക്ക് കൊടുത്തേച്ച് 18ാമത്തെ ദിവസം കാരിത്താസ് ആശുപത്രി എൻ്റെ അപ്പനെ ഉപേക്ഷിച്ചെന്ന് 5 പ്രാവശ്യം രക്തം മാറിയിട്ട് ദേഹം പുഴുത്ത് 6 പ്രാവശ്യം എൻ്റെ അപ്പയും അമ്മയും കൂടെ ആത്മഹത്യക്ക് പോയത്. 6 പ്രാവശ്യം കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ചോറിൻ്റെ ഉരുള വെച്ച് വിഴുങ്ങാനും, ഫ്യൂരിഡാൻ വിഷം കുടിക്കാനും, കെട്ടിത്തൂങ്ങാനും, വെള്ളത്തിൽ ചാടിച്ചാകാനും ഒക്കെ 6 പ്രാവശ്യം. ആത്മഹത്യ ഒരുത്തനെ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവന് യേശുവിന് ആവശ്യമുണ്ടെന്ന്. എല്ലാരും കൈവിട്ടു, വീട്ടുകാർ കൈവിട്ടു. 9 യൂണിറ്റ് അരി കൊണ്ട് 5 പേരുള്ള ഒരു വീട് 1 മാസം ജീവിക്കേണ്ട ഗതികേടിലേക്ക് എൻ്റെ വീട് കൂപ്പുകുത്തി. സഹോദരിയെ മുഖം മൂടി വെച്ച പേ പിടിച്ചൊരു വാക്കല്ലേ. ആർക്കാരോടാ സ്നേഹമുള്ളത്? ആർക്കും ആരോടും സ്നേഹമില്ല. കേരളത്തിൽ കുടുംബ കോടതി 28, 1 വർഷത്തെ ഡിവോഴ്സ് 50,000. ആർക്കാരോടാ സ്നേഹമുള്ളത്? കല്ല് വെച്ച സാരി, മുത്തുവെച്ച ചുടുദാർ, ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി, കോഴിയുടെ കാല്, ആടിൻ്റെ കോല്, ഇതെല്ലാം കൂടെ എന്നാ നേട്ടം? ഇവിടെ ആര്? തിരുവനന്തപുരത്ത് ഒരു പെണ്ണിനെ കെട്ടിക്കണമെങ്കിൽ പെടുന്ന പാട് നിങ്ങൾക്കറിയാമല്ലോ. ചെറുക്കൻ്റെ വീടിൻ്റെ പകുതി, അടുക്കളയുടെ പകുതി, പഞ്ചസാര പാത്രത്തിൻ്റെ പകുതി, പെറ്റുപോയാൽ 4 അലമാരി. നാണയില്ലല്ലോ. എന്നാ മിണ്ടാത്തെ? ആമ്പിള്ളാരോട് ഞാൻ പറയാം, എടാ വേലയെടുത്ത് പെമ്പിള്ളാരെ നോക്കാമേലെങ്കിൽ നീ ഈ പണിക്ക് പോകരുത്. പെണ്ണിന്റെ വീട്ടിലെ കാശ് മുകിച്ച് നാണയില്ലാതെ. പെമ്മക്കൾ മാത്രമുള്ളവർക്ക് സന്തോഷമായി. പെണ്ണും ആണും ഉള്ളവർ സന്തോഷമല്ല സങ്കടമല്ല, രണ്ടിനും കൂടെ ഇടയ്ക്കാ. ആമ്പിള്ളാർ മാത്രമുള്ളവരുടെ വണ്ടി തല്ലി പൊളിക്കും, കണ്ടോണം. എന്നെ എന്നിട്ടങ്ങ് പാടിക്കോളൂ. ഇന്ന് മംഗല്യം ശോഭിക്കുവാൻ. മംഗല്യം അല്ല, അലുമിനിക്കല. എന്ത് ദോഷമല്ലേ? ഞാനീ പറഞ്ഞ തെറ്റാണോ? വാസ തിരിച്ചെടുക്കാം. തെറ്റാണ്, തിരിച്ചെടുക്കാം. ആകെ 13 സെന്റ് സ്ഥലമുള്ളതിനകത്ത് നിന്ന് 7 സെന്റ് സ്ഥലം മേടിച്ചോണ്ട് നിന്റെ അന്തസ് നിന്നെ അനുവദിക്കുമോ? അതില്ലാതെ വരുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഒരമ്മ ഒരു പെണ്ണിനെ പെറ്റുപോയത് അവരുടെ നിർഭാഗ്യമാണോ? അതുകൊണ്ട് അവളിരുന്ന് തല കുലുക്കുന്ന, അങ്ങനെ തന്നെ നടക്കട്ടെ. മക്കളെ കുലുക്കിക്കോടാ, ഹല്ലേലൂയ, ഇടുക്കിക്കോണം. എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം പറയാൻ പ്രിയപ്പെട്ടത്. നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ആഗ്രഹം പറഞ്ഞൊരു കുഴപ്പമില്ലല്ലോ. എനിക്കൊരു മോളുണ്ട്. ഞാൻ അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1 രൂപ നിനക്ക് ആ സ്ത്രീധനം തരുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ എൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കൊടുത്ത് ഞാൻ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. അതിന് എനിക്ക് എന്തെല്ലാം മുടക്കേണ്ടി വന്നാലും ഞാൻ ചെയ്യും പാസ്റ്ററെ. അതിൻ്റെ കാര്യം എന്നറിയോ? 10 ലക്ഷം രൂപ ആ വീട്ടുകാരെല്ലാം കൂടെ 10 ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ ആന വലിച്ചാലും അവളുടെ ദേഹത്ത് നിന്ന് ഇളകുകയല്ല അവളുടെ എഡ്യൂക്കേഷൻ. നിങ്ങൾ അങ്ങനെ ചെയ്യ പ്രിയരെ.
ഉള്ള കാശ് മുടക്കി അതിനെ പഠിപ്പിക്കുക, അല്ലാതെ പുഴുങ്ങി ഇതെല്ലാം കൂടെ അവിടെ കൊണ്ട് കൊടുക്കാതെ. എനിക്കറിയത്തില്ല എന്നതാ ഇവിടെ സംഭവിക്കുന്നത്. ഞാനിത് പറയും, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയേണ്ടത് ഇവൻ കല്യാണം കഴിച്ചത് എവിടെ നിന്നൊന്ന് അറിയണം. ഇവൻ എത്ര, ഇതൊക്കെ എനിക്കറിയാം, മലയാളി അല്ലേ വാർത്തി. ഇവൻ എത്ര രൂപ മേടിച്ചെന്ന് പുസ്തകം എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, എൻ്റെ മക്കൾ വീട്ടിലുണ്ട്, എൻ്റെ സ്നേഹിതർ പലരുണ്ട്. 1 രൂപ മേടിച്ചിട്ടില്ല, 1 രൂപ മേടിച്ചിട്ടില്ല, 1 രൂപ മേടിച്ചിട്ടില്ല. എനിക്ക് ആ നാണം കെട്ട പണിയോടൊരു താല്പര്യവും ഇല്ല. ഹല്ലേലൂയ. ഇപ്പൊ പിന്നെ ചിലർക്കൊരു ഗുണമുണ്ട് മക്കളെ, എന്നാന്നറിയോ? സ്ത്രീധനം ഒന്നും വേണ്ട. അവക്കുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എടാ പൊന്നു മോനെ, നീ ആരാ മക്കളെന്നറിയോ? അവിടെ ചെന്ന് അവർക്കുള്ളതെല്ലാം അന്വേഷിച്ച് അറിഞ്ഞേച്ച് എന്നിട്ട് പറയാ എന്നെ പാട്ട്. ഒസാമ ബിൻ ലാദനൊന്നും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. നിങ്ങൾ പോരുത്. ഒരാൾ നട്ടല് കാണിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ കുടുംബം ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കും. നീ തെണ്ടാൻ ദൈവം അനുവദിക്കുകേല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പോട്ടെ. മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്ര. ഒന്ന് കന്യക, പെട്ടെന്ന് പോവാണ്. കന്യക വിശുദ്ധ ജീവിതം അനിവാര്യമാണ്. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നു എനിക്കറിയില്ല. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എത്ര പല്ലുവേദന എടുത്താലും കടയിൽ പോയി ഒരു ഗുളിക മേടിച്ചു എന്നോണം, അല്ലാതെ പുകലയുടെ ഞെട്ടി ചവച്ച് പിടിക്കരുത്. മനസ്സിലായില്ല? വിശുദ്ധി എന്ന കാര്യത്തിൽ പറഞ്ഞു കോംപ്രമൈസ് ഇല്ല. രണ്ടാമത്തെ കാര്യം പുറപ്പാട്. എന്താ പുറപ്പാട്? ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളോട് വിട പറയുക, അവിടം വിട്ട് നാം പുറത്തോട്ട് പോരുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? മൂന്നാമത്തെ കാര്യം എണ്ണ കരുതുക. അപ്പോ 5 സഹോദരിമാര് അകത്ത് കയറാതെ പുറത്തു പോയില്ലേ? പുറത്തു പോകാനുള്ള കാര്യം, അവര് കുറ്റം ചെയ്തത് കൊല ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, അവര് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏക പാകപ്പിഴ അവരുടെ പാത്രത്തിൽ എണ്ണയില്ലായിരുന്നെന്ന് ഞാൻ ദൈവമക്കളോട് പറയുന്നു. ഈ ഉപവാസം ഒരു ആത്മപകർച്ചയായി മാറട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കുറച്ചും കൂടെ ഹൃദയം തുറന്ന് ഞാൻ സംസാരിക്കാം. ഇത് ഇത്രയും വിശാലമായ ഒരു ചർച്ച്, ഇത്രയും വിശാലമായ പാർക്കിങ്, ബ്യൂട്ടിഫുൾ. ദൈവം ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാവിലൊന്ന് ഒന്ന് കയറി നിൽക്കാൻ തീരുമാനിക്കണം. യോഗം അഭിഷേകം ദൈവ സാന്നിധ്യം വന്നാൽ ഇരിക്കരുത്. ചാടി എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേക്കണം. ഈ ഹോളിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ആരാധ പാസ് തടയുവോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, നൃത്തം ചെയ്യണം. എൻ്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഇല്ല ബൈബിളിലെ പേപ്പർ നിങ്ങൾ കീറിക്കളയണം. ഞാൻ ഈ പുസ്തകത്തെ ബഹുമാനിക്കുന്നു. അതിനകത്ത് മാളിക മുറിക്കകത്ത് നോക്കിച്ച് വായിച്ചെന്നറിയോ? അവർ ലഹരി പിടിച്ചവരെ പോലെ. ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? വാക്യം ഉണ്ടോ? അതിൻ്റെ അർത്ഥം തന്നെ ലഹരി പിടിച്ചവൻ ഇങ്ങനെയാണോ പോകുന്നത്? അല്ല, ലഹരി പിടിച്ചവന് നാഷണൽ ഹൈവേ പോരാ. കണ്ടോ? ലഹരി പിടിച്ചവന്റെ പ്രത്യേകത, അവനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ആത്മാവ് ഒരു തലമുറയെ നിയന്ത്രിക്കട്ടെ. കരമടിച്ചൊന്ന് ആരാധിക്കാമോ? പരിശുദ്ധാത്മാവ് ആർക്കും ഒതുക്കാൻ എനിക്കറിയില്ല. എന്നോട് ദൈവം പറയുന്നു, ഈ സഭയ്ക്കകത്ത് വലിയ ആത്മപകർച്ച നടക്കാൻ പോയാ. ഈ സഭ വലിയ ആത്മപകർച്ച. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വലിയ ആത്മപകർച്ച. ലഹരി പിടിച്ചവൻ ഹോളി സ്പിരിറ്റിന്റെ അകത്ത് കയറി യാത്ര ചെയ്യുന്നൊരു തലമുറ.
അവർ അടുത്തിരിക്കുന്നവരെ നോക്കുന്നില്ല, അവർ മുൻപിലിരിക്കുന്നവരെ ശ്രദ്ധിക്കുന്നില്ല, അവരെല്ലാം മറക്കുകയാ. എനിക്കറിയില്ല, ആമേൻ, ഈ ദേശത്തെ ഹോളി സ്പിരിറ്റ് മൂടാൻ പോകയാ. ഹേയ് ഹേയ് ഹേയ്, ആത്മാവിലൊന്ന് ആരാധിക്കാമോ ദൈവമക്കൾക്ക്? ആരാബല ശബ്ദാരത ലറ്റാരത രഹസ്യാന പുതിയ നിയമ സഭ ആത്മാവിന്റെ കീഴിലാകട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ ഞാന് ഈ ദൂതിൻ്റെ ഒരു പിൻ പോയിന്റിലേക്ക് എത്താനാണ് ഞാൻ ഈ തത്രപ്പെടുന്നത്. പ്ലീസ് ജോയിൻ മീ. നിങ്ങൾ എന്നോട് കൂടെ വരണേ. ഒരു പോയിന്റ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ദഹിക്കും, നിങ്ങൾക്ക് എത്ര പേർക്ക് അവിടെ എത്താൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അങ്ങനെ ഈ 1-ാമത്തെ അധ്യായം അവർ സംഘം, 2-ാം അധ്യായത്തിൽ അവർ സഭ. ഈ സഭ എന്ന ടോപ്പിക്കിലേക്ക് വരിക. അതിന് തൊട്ട് മുമ്പ് നടന്ന അധ്യായം നിങ്ങൾക്കറിയാം. 1-ാമത്തെ അധ്യായം യേശുവിൻ്റെ സ്വർഗാരോഹണം. ഒരു ആമേൻ പറഞ്ഞേ. യേശുവിൻ്റെ സ്വർഗാരോഹണം. ശിഷ്യന്മാർ നേരെ താഴോട്ട് വരുന്നു. അവർ മാളിക മുറിക്കകത്തോട്ട് കയറുന്നു. അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്നു. അവിടെ നടന്ന സംഭവം, 1, അവർ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. 2, യൂദയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ആമേൻ. അവൻ്റെ ആ പുരയിടം ആരും പാർക്കാതിരിക്കട്ടെ, അവൻ്റെ അധ്യക്ഷ സ്ഥാനം വേറെ ഒരുത്തന് ഇരിക്കട്ടെ. ഇത് നിങ്ങൾ ആ റൂട്ടിൽ വരാൻ വേണ്ടി പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കയറുവാണ്. 2-ാം അധ്യായം വന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ 2 പ്രോജക്റ്റുകൾ എടുക്കുക. കൂടെ വരണേ പ്ലീസ്. 2 പ്രോജക്റ്റ്, മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ. 2 പ്രോജക്റ്റ് എടുക്കുക. ഒന്ന് ഏദൻ തോട്ടം. അതാണ് 1-ാമത്തെ പ്രോജക്റ്റ്. ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്നു. ആദമിനെ മണ്ണ് കൊണ്ടുണ്ടാക്കുന്നു. മൂക്കിൽ ജീവശ്വാസം ഊതുന്നു. ആദാം എഴുന്നേൽക്കുന്നു. ആമേൻ. ആദമിനെ ഉറക്കി കിടത്തി വാരിയിലെടുത്ത് ഹവ്വയ്ക്ക് ജന്മം കൊടുക്കുന്നു. കിഴക്കേതിൽ ദൈവം ഉണ്ടാക്കിയൊരു തോട്ടം. ആമേൻ. ദൈവം ഡിസൈൻ ചെയ്ത, ആമേൻ, കൈ ഉയർത്തരല്ലേ പറഞ്ഞ് റൈറ്റ്. ഒരു നദി 4 ശാഖയായി പിരിഞ്ഞൊഴുകുന്നു. ആ തോട്ടത്തിനകത്ത് ദൈവം ആദമിനെ ഹവ്വനെ ആക്കി. തോട്ടം സൂക്ഷിക്കുക, തോട്ടത്തിനകത്ത് വേല ചെയ്യുക എന്ന് പറഞ്ഞ് ദൈവം ഒരു തോട്ടത്തിലാക്കി. സംഭവം നിങ്ങൾക്കറിയാം. കൂടെ വരണം. ആമേൻ. ഈ ഹവ്വ ഈ ഏദൻ തോട്ടത്തിനകത്ത് ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ദൈവം അരുത് എന്ന് പറഞ്ഞ ആ മരത്തിന്റെ ചോട്ടിലേക്ക് ഹവ്വ ചെല്ലുന്നത്. ഇവിടെ ഈ ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ പഴം പറിച്ച് തിന്നുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ ആ പഴം, ആമേൻ, ആ മരം അവിടെ നട്ട് മനുഷ്യനെ ചതിച്ചത് ദൈവമല്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മറുചോദ്യമാ ഉത്തരം. അത് ചതിയായിരുന്നെങ്കിൽ അത് തിന്നരുതെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മനസ്സിലായില്ല? അത് പറഞ്ഞപ്പോൾ അച്ചാച്ചമ്മയുടെ തല ശരിക്കും കുലുങ്ങാത്തെ. ആ മരം നട്ടത് ചതിയായിരുന്നെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നോ? ഹല്ലേലൂയ. ആമേൻ. നമ്മളുടെ വണ്ടിക്ക് ക്യാമറ അടിക്കുമ്പോൾ നമുക്ക് പിഴ വരുന്നു 2000 രൂപ, പിഴ വരുന്നു 1000 രൂപ. അപ്പം നമ്മൾ ചോദിക്കുന്നു, ഇത്ര നല്ല റോഡ് ഉണ്ടാക്കി വെച്ച് ഈ പിഴ ഉണ്ടാക്കി വെച്ചത് എന്തിനാണ്? ഇതെന്നാ കുരുത്തക്കേടാ? അയ്യോ, പിഴ മാത്രമല്ല, റോഡിൻ്റെ സൈഡിൽ ആ റോട്ടിൽ പോകാവുന്ന വേഗതയെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഈ റോട്ടിൽ നിങ്ങളുടെ വേഗത 80 കിലോമീറ്റേഴ്സ് അത്രേ ആകാവൂ. ഈ മുന്നറിയിപ്പുള്ളത് കൊണ്ടാണ് ഇത് ലംഘനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ദൈവം ചതിയനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പറയുന്നവന്റെ മണ്ടത്തരമാണ്. ദൈവം ചതിയനല്ല, ദൈവം നീതിമാനാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ആദാമേ, ആ വൃക്ഷത്തിന്റെ ഫലം പറഞ്ഞോ നീ തിന്നരുത്, തിന്നാ നീ മരിക്കും. നിങ്ങൾ ഇച്ചിരി ഓപ്പണാക്കി എന്നോട് കൂടെ വന്ന്. അങ്ങനെ ഹവ്വ ഈ മരത്തിൻ്റെ ചോട്ടിലോട്ട് ചെല്ലുന്നത്. ഇച്ചിരി ഗൗരവമായിട്ട് വരണേ. അന്നേരം ഈ മരത്തെ ഇരുന്നുകൊണ്ട് പാമ്പ് ഹവ്വയെ വിളിക്കുക.
അമ്മാമ്മയെന്നോ പ്രൈസ്തലോടെന്നോ എന്തെങ്കിലും അന്ന് സംസാരിക്കുമായിരുന്നല്ലോ പാമ്പ് ഇല്ലേ? പാമ്പ് സ്ത്രീയോട്, സ്ത്രീ പാമ്പിനോട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. കൃപയാൽ ഭാഗ്യം ഇന്ന് അതൊന്നും ഇല്ലാത്തത്. ഇല്ല, റോഡിലൂടെ അങ്ങോട്ട് ഇറങ്ങി വഴി നിൽക്കുന്ന കോഴി എന്നോട് ജനമാമെന്നൊക്കെ ചോദിച്ചാൽ കൊഴിഞ്ഞു പോവുകയല്ലേ? അതൊക്കെ സംഭവിക്കാതെ അല്ലേ? ആലോചിച്ചിട്ടില്ലേ? അതൊക്കെ വലിയ പ്രോബ്ലമായി പോകാന്. ഹല്ലേലൂയ. കോഴിക്കട ചെന്ന് കോഴി മേടിച്ച് അവൻ കഴുത്ത് മുറിക്കാൻ നേരത്ത് ആ കോഴി ആ മുറിക്കുന്നവനെ 2 ചീത്തയൊക്കെ വിളിക്കുന്നതായിരുന്നു. ആലോചിച്ച് നോക്കി, അതൊക്കെ വലിയ പ്രോബ്ലം ആവും. അപ്പം പാമ്പ് സ്ത്രീയോട് ചോദിക്കുക, ദൈവം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ലേ? എൻ്റെ ഒരു പ്രസവവേദന എന്നാണെന്നറിയാം. ഞാൻ ഈ പറഞ്ഞത് അതുപോലെയാണോ എടുക്കുന്നുള്ളതാണ് എൻ്റെ ഈ പ്രശ്നം. എൻ്റെ അകത്തൊരു ഇത് കിടപ്പുണ്ട്, അത് കൃത്യമായിട്ട് കിട്ടിയിരുന്നത് നല്ലായിരുന്നു. പാമ്പ് ചോദിക്കുന്നു, ദൈവം ഇങ്ങനെ വാസ്തവമായിട്ട് എന്തെങ്കിലും കൽപ്പിച്ചു? അപ്പം ദൈവം അരുതെന്ന് പറഞ്ഞ് ആ മരത്തെ തന്നെ പാമ്പിരിക്കുക. മനസ്സിലായി? അവിടെ നിന്നുകൊണ്ട് പാമ്പ് ചോദിക്കുക, ദൈവം വാസ്തവമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഈ പഴം വല്ലതും തിന്നരുതെന്നോ അങ്ങനെ വല്ലതും കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? അന്നേരം ഹൗവാമ്മച്ചി പറഞ്ഞു, തിന്നരുത്. ബാക്കി പറ. കമോൺ, സമയം പോണു, പ്ലീസ്, തിന്നരുത്, തൊട്ടുക പോലും. ഇവിടെ നമ്മുടെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നറിയോ? ഹൗവ വചനത്തിൽ കൂട്ടിയേർത്തത്. എന്നാ കൂട്ടിയേർത്തത്? ദൈവം തിന്നരുതെന്ന് പറഞ്ഞു, ഹൗവ തുടരുന്നും കൂടെ പറഞ്ഞു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാ ഈ ദുർവ്യാഖ്യാനത്തിന് പോണത്? ഹൗവ കൂട്ടുചേർത്തതല്ല. ഹൗവ പറഞ്ഞ വാക്കിൻ്റെ ആശയം എന്നറിയോ? ദൈവം ഒരു സാധനം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനത്തെ തൊടാനും എനിക്ക് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. അത് കുഴപ്പമുണ്ടോ? അങ്ങനെ ദൈവം ഒരു കാര്യം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പറ, അത് തൊടാനും എനിക്ക് താല്പര്യമില്ല. അത് ആ സ്ത്രീയുടെ മനസ്സിന്റെ തീരുമാനമാണ്. തിന്നരുത്, കയറ്റി വെച്ചതാ സാത്താനോട്. ഇവിടെ സാത്താൻ ഈ വാക്ക് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഇച്ചിരി കൂടെ വരണേ. ഇവളുടെ ഹൃദയവും തമ്പുരാന്റെ ഹൃദയം തമ്മിൽ ലോക്കടിച്ച് നിൽക്കുക. ഓ ഗാഡ്, ഇവളെ ദൈവത്തിൽ നിന്ന് പറിക്കാൻ പാടാണ്. ഓക്കെ, ഇവിടെ സഹോദരിമാരിപ്പില്ലേ? നിങ്ങളെ കല്യാണം കഴിച്ചു വിടുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വഴക്ക് പറയുന്നു, അല്ലെ അമ്മായിയമ്മ കുശുമ്പ് കുത്തുന്നു. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. അതിനായിട്ട് സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്തെങ്കിലും മുണ്ടക്കയത്തെ കാര്യമാണ്. അങ്ങനെ കുശുമ്പ് കുത്തുമ്പോൾ ഈ പെണ്ണിൻ്റെ മനസ്സിനകത്തൊരു തണുപ്പുണ്ടെന്നറിയോ? എൻ്റെ അപ്പായോട് ഞാൻ ഈ വിഷയം ഒന്ന് പറയും. അതിപ്പോൾ ഒന്നും പറയുകയല്ല, എനിക്ക് ഒട്ടും മേലാതെ വരുമ്പോൾ പറഞ്ഞേ. അപ്പോൾ സാധാരണ ഒരു പെണ്ണിന് അവളുടെ അപ്പൻ ഒരു ധൈര്യമാണ്. പക്ഷേ ഇവിടെ ആദാം വഴക്ക് പറഞ്ഞാൽ ഹൗവയ്ക്ക് പോയി പരാതി പറയാൻ ഇവിടെ ഒരു അപ്പനില്ല. നിങ്ങൾ കേട്ടില്ല? അങ്ങനെ ആകുമ്പോൾ ആദാം തല്ലു വെക്കുമ്പോഴല്ലോ ഹൗവ ആദാമിൻ്റെ കണ്ണു നോക്കി പറയും, ഇന്ന് വൈകുന്നേരം എൻ്റെ പപ്പ വരും, ഞാൻ നിന്റെ കാര്യം പറയും എന്ന് പറഞ്ഞാൽ ഒരപ്പൻ്റെ നെഞ്ചിലേക്ക് ഒരു കൊച്ചിന് എത്രത്തോളം സ്വാധീനമുണ്ടോ അതുപോലെയാണ് ഹൗവയും ദൈവവും. ഇതാ ഞാൻ പറഞ്ഞത്. ഞാനൊരു പ്രിന്റ് ഔട്ട് അല്ല, ഇതിനൊരു വൈകാരിക തലമുണ്ട്, ഇതിനൊരു സോളുണ്ട്. അപ്പൊ ഹൗവയുടെ മനസ്സ് ഒരപ്പൻ്റെ ചോട്ടിൽ ഒരു മോള് വന്ന് വീടുന്നത് പോലെ ഹൗവയും ദൈവവുമായിട്ടുള്ള ബന്ധം എവറി ഈവനിങ്, എല്ലാ ദിവസവും വൈകുന്നേരം തമ്പുരാൻ ആദമിന്റെ ഹൗവയുടെ കയ്യെ പിടിച്ച് നടക്കുകയാ. അപ്പോൾ ഹൗവയ്ക്ക് ഈ ദൈവത്തെ പിരിഞ്ഞുള്ള ഒരൊറ്റ മിനിറ്റ് ഹൗവയ്ക്ക് അംഗീകരിക്കാൻ മേല. സാത്താന് മനസ്സിലായി ഇവളെ ദൈവത്തിൽ നിന്ന് പറിക്കാൻ പാടാ. അതിന് സാത്താൻ എടുത്തൊരു കുടല തന്ത്രം കേൾക്കണോ? ഈ പഴം തിന്നോ, നിനക്ക് എന്നെ പോലെയാകാമെന്നല്ല, നിനക്ക് ദൈവത്തെ പോലെയാകാം. അതിന്റെ അർത്ഥം എന്നറിയോ? എല്ലാ ചതിയും നടക്കുന്നത് ദൈവത്തിന്റെ പേരിലാ. ഈ പുസ്തകത്തിൽ നിർമ്മലമായ പ്രമാണമുണ്ട്. രക്ഷിക്കപ്പെടാൻ, സൗഖ്യമാകാൻ, സ്വർഗത്തിൽ പോകാൻ, നിങ്ങൾ കേൾക്കുന്നവർ കമോൺ, ആരാധിക്കാൻ ഈ പുസ്തകത്തിൽ ഡെഫിനറ്റ്ലി നിർമ്മലമായ പ്രമാണമുണ്ട്. എന്നാൽ ഈ പ്രമാണത്തെ മറച്ചു വെച്ചിട്ട് സാത്താൻ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാ. നിങ്ങൾ അങ്ങനെ ചെയ്യ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യ്. ഹൗവ കുടുങ്ങിയത് എവിടെയാണെന്നറിയോ? ദൈവത്തിൻ്റെ പേരിലുള്ള ചതിയില്ല. ഹൗവയ്ക്ക് മനസ്സിലായി ഈ പഴം തിന്നാ ദൈവത്തെ പോലെയാകുമെങ്കിൽ ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്, ഞാൻ ഈ പഴം പറിച്ച് എന്ത് ചെയ്യുക, തിന്നാൻ പോവാ. ഹൗവ പഴം പറിച്ച് തിന്നു. നഷ്ടപ്പെട്ടത് തേജസ്സാണ്.
ഹൗവയുടെ മുടി കൊഴിഞ്ഞില്ല, ഹൗവയുടെ രൂപം പോയില്ല, ഫെയർനെസ് പോയില്ല, അവളുടെ കണ്ണിൻ്റെ തിളക്കം പോയില്ല. പോയത് തേജസ് മാത്രമാണെങ്കിൽ പിശാച് പേടിക്കുന്നത് നിന്റെ സൗന്ദര്യത്തെ അല്ല, നിന്റെ അഭിഷേകത്തെയാ. ഇന്ന് രാത്രി പിശാച് ആരാധിച്ച് ജയമെടുക്ക. പിശാചിന് പേടി നിന്നെ അല്ല, നിന്റെ അഭിഷേകത്തെ. ശ്രദ്ധിച്ചോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ആ നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവ് വൃക്ഷഫലം തിന്നതുകൊണ്ട് ഇനി ജീവവൃക്ഷത്തിൻ്റെ ഫലവും തിന്നിട്ട് എന്നേക്കും മരിക്കാതെ യാതന വേദന അനുഭവിക്കാതിരിക്കാൻ ദൈവം ആദാമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ദൈവത്തിൻ്റെ പുറത്താക്കലിനകത്തും സ്നേഹമുണ്ട്. ആമേൻ. ഒരു ആമേൻ പറഞ്ഞില്ലല്ലോ അപ്പ. ആദമിനെ ഹൗവയും ദൈവം പുറത്താക്കി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പുറത്താക്കുമ്പോൾ തോറ്റത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രോജക്റ്റ്. സത്യമല്ലേ? ദൈവം എത്ര സ്വപ്നം കണ്ട് സൃഷ്ടിച്ചത് ആദാമിനെ, ദൈവം എത്ര സ്വപ്നം കണ്ട് സൃഷ്ടിച്ചത് ഹൗവനെ. തോറ്റുപോയി. ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രോജക്റ്റ് തോറ്റുപോയി. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരപ്പൻ ഒരു മകൻ അപ്പനെ അനുസരിക്കാതെ വരുമ്പോൾ, ഒരു മകൻ വീട് വിട്ടു പോകുമ്പോൾ, ഒരു മകൾ ഒളിച്ചോടി പോകുമ്പോൾ, ഒരു മകൾ തന്നിഷ്ടത്തിന് പോകുമ്പോൾ തോറ്റുപോകുന്നത് ഒരു അപ്പനാണ്. തോറ്റുപോകുന്ന ഒരു വീടിൻ്റെ പ്രോജക്റ്റാണ്. ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രോജക്റ്റ് തോറ്റുപോയി. ഒന്നാമത്തെ പ്രോജക്റ്റ് പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഈ പുസ്തകം പിടിച്ചൊരു ദൂത് പറയാം. അന്നേ ദൈവം തീരുമാനിച്ചു, ഇനി ഞാനൊരു തുടക്കം ഇടുന്നുണ്ടെങ്കിൽ ഈ പരാജയങ്ങൾ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശ്രദ്ധിച്ചോളൂ, ഏതെനിലുണ്ടായ 3 പരാജയം കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഏതെനിലുണ്ടായ 3 പരാജയം. നമ്പർ 1, ഉയരാൻ അവരാഗ്രഹിച്ചു. നിങ്ങൾ എൻ്റെ പദം ശ്രദ്ധിക്കണേ. ദൈവ ഉയർത്തില്ലെന്നല്ല പറഞ്ഞത്, ഉയരാൻ അവരാഗ്രഹിച്ചു. ഒന്നാമത്തത് അവർ ഉയരാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തത് അവരുടെ കൂട്ടായ്മ തകർന്നു. ആദമും ഹൗവയും കൂടി ദൈവം ആക്കി വെച്ചത്. പാമ്പ് ചതിക്കുമ്പോൾ ഹൗവ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഒറ്റയായാൽ ചതി ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകാം. ഒന്നാമത് കൂട്ടായ്മ തകർന്നു. രണ്ടാമത്തത് ഉയരാൻ കൊതിച്ചു. മൂന്നാമത്തത് സാത്താനുമായിട്ടുള്ള കോൺവെർസേഷൻ. അന്ന് ദൈവം തീരുമാനിച്ചു, എൻ്റെ അടുത്ത പ്രോജക്റ്റ് ഈ ഗതികേട് വരികയല്ല. ദൈവത്തിന്റെ അടുത്ത പ്രോജക്റ്റ് സഭയാ. ആമേൻ. ദൈവത്തിന്റെ അടുത്ത പ്രോജക്റ്റ് സഭയാ. 2:1 വായിച്ചോ. എല്ലാവരും പറ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയെന്ന്. ഏതനിൽ തകർന്ന കൂട്ടായ്മ എന്റെ ദൈവം തിരിച്ചു പിടിക്കുകയാ. എന്നോട് ദൈവം പറയുന്നു, ഈ ദേശത്ത് വലിയൊരു കൂട്ടം ഞാൻ ആത്മാവിൽ കാണുന്നു. സഭയെ ചിതറിക്കുന്ന ഒരു ദുരാത്മാവ് ഈ ദേശത്തുണ്ട്. അതിനെ എന്റെ ദൈവം വെട്ടുകയാ. റബന്ധന അന്യഭാഷ പറഞ്ഞ് ആരാധിക്ക്. സഭയെ ചിതറിക്കുന്ന, സഭയെ കൂട്ടായ്മ തകർക്കുന്ന, അഭിഷിക്തന്മാരെ തകർക്കുന്ന, സഭയെ ചിതറിക്കുന്ന
ദൈവമക്കള് ഒന്ന് വെട്ടി പ്രാർത്ഥിച്ച് എന്നോട് കൂടെ വാ. ഞാൻ നിൽക്കുന്നത് ഒരു നോർമൽ യോഗത്തിലല്ല, ഒരു സ്പിരിച്വൽ വാർഫെയറിൽ നിൽക്കുകയാ. എത്ര സഭകൾ പൂട്ടി, എത്ര സഭകൾ അടച്ചു, എത്ര ദൈവദാസന്മാരെ ഓടിച്ചു. ഇന്ന് രാത്രി അതിനെ വെട്ടുകയാ. ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് സഭയെ ചിതറിക്കുന്ന, കുടുംബങ്ങളെ ചിതറിക്കുന്ന, തലമുറകളെ ചിതറിക്കുന്ന ദുരാത്മ മണ്ഡലം ഇന്ന് രാത്രി വെട്ടുകൊണ്ട് ഇന്ന് രാത്രി ചിതറിക്കുന്ന വ്യാപാരം, ചിതറിക്കുന്ന ശക്തി. ഹേ 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 ശ്രദ്ധിച്ചേ, കർത്താവ് പറയുന്നു, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് നിൽക്കാൻ അനുവദിക്കാത്ത, മക്കളെ വീട്ടിൽ പാർക്കാൻ അനുവദിക്കാത്ത, വിശ്വാസികളെ സഭയിൽ നിൽക്കാൻ അനുവദിക്കാത്ത ചിതറിക്കുന്ന ഒരു ദുർഭൂതത്തെ ഇന്ന് രാത്രി ഇത് പോരാ, തീ പിടിക്കട്ടെ, ആത്മാവിനെ തീ പിടിക്കട്ടെ. അഴിയട്ടെ. ഇന്ന് രാത്രി ചിലത് വെട്ടുകൊള്ളുകയാ. ഇന്ന് രാത്രി ചില കുടിയിരിപ്പുകളുടെ ദൈവത്തിന്റെ തീ. ദൈവം നിന്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് ചെതറാനല്ല, വളരാനാണ്. Come on, കൈ ഉയർത്തി ആമേൻ. ചിതറിക്കുന്ന ശക്തികൾ എന്താ? ഒന്നാമത്തെ വെല്ലുവിളി, ഒരുമിച്ച് നിൽക്കാൻ സമ്മതിക്കത്തില്ല. ബൈബിൾ പറയുന്നു, ഒരുവൻ 1000 കൊല്ലും, 20 10,000 കൊല്ലും. എന്താ അതിന്റെ അർത്ഥം? 2 പേര് കൈപിടിച്ചാൽ ഞങ്ങളുടെ പവർ 10 ഇരട്ടി വർദ്ധിക്കുമെന്ന്. 2 പേര് കൈകോർത്താൽ ഞങ്ങളുടെ പവർ 10 ഇരട്ടിയാകും. ഇത് സാത്താൻ അറിയാം, ഇത് സാത്താൻ അറിയാം. പക്ഷേ എന്നോട് ദൈവം പറയുന്നു, ഒത്തിരി സഭകൾ അടഞ്ഞിട്ടുണ്ട്, ഒത്തിരി ദൈവദാസന്മാർ ദേശം വിട്ട് ഓടിയിട്ടുണ്ട്. എന്നാൽ ഇത് വേറെ ഒരു ചരിത്രമാ. തീ പിടിക്കട്ടെ. ഹോളി സ്പിരിറ്റ് കുടുംബങ്ങളെ തകർക്കുന്ന, ഭാര്യാഭർത്തൃബന്ധം തകർക്കുന്ന, തലമുറകളെ വീട് വിട്ടിറക്കുന്ന അന്ധകാര പിശാചേ, ശ്രദ്ധിച്ചോളൂ. ഐക്യത, ജനം ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് കോൺക്രീറ്റ് അല്ല. നോഹയുടെ പെട്ടകം തടി കൊണ്ടുണ്ടാക്കിയതാ. നോഹയുടെ പെട്ടകം ഒഴുകുന്നത് വെള്ളത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്നാ? അതിനൊരു ബാലൻസ് ഉണ്ട്, അതിനൊരു ബാലൻസ് ഉണ്ട്. ഇനി ആ പെട്ടകത്തിൽ കയറിയതാരാ? ആന, ജിറാഫ്, ആട്ടുപോത്ത് അല്ലേ? അല്ലേ? ഇതിനെ നോഹ പറഞ്ഞിടത്ത് ഇത് നിന്നില്ലെങ്കിൽ ഇതെന്നെ മറിഞ്ഞേനെ. ദൈവസഭയ്ക്കകത്ത് ഒരാൾ വന്ന് കയറിയാൽ നിന്റെ പണത്തിന്റെ ഉങ്ക് ചർച്ചിനകത്ത് കാണിക്കരുത്.
വീട്ടിൽ കിടന്ന് ഭാര്യയോട് ചാടുന്ന ചാട്ടം സഭയ്ക്കകത്ത് വന്ന് ചാടരുത്. പ്ലീസ് യു സ്റ്റോപ്പ്. ഇത് യേശുവിന്റെ സഭയാണ്. ഇതിനകത്തൊരു ബാലൻസ് ഉണ്ട്. അഭിഷിക്തൻ നിയന്ത്രിക്കുന്നിടത്ത് ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഒരു അനന്യാസ് പെട്ടിക്കകത്ത് കയറുന്നുണ്ടല്ലേ. നിങ്ങൾ എന്താ ഭാഗത്തെക്കുറിച്ച് പഠിച്ചെന്ന് എനിക്കറിയില്ല. ആ ചർച്ചിലെ പുതിയ നിയമസഭയിലെ ഏറ്റവും കോടീശ്വരനായ മനുഷ്യനായിരുന്നു അനന്യാസ്. അതിന് തെളിവെന്നറിയോ? നിങ്ങൾ അനന്യാസിന്റെ ചരിത്രം പഠിച്ചാൽ മതി. നമുക്ക് എത്ര സെന്റ് സ്ഥലമുള്ളത്? 63 അല്ലേ, 73 അല്ലേ, 13.5 അല്ലേ, 7.25 സെന്റ് അല്ലേ, 3.25. ആ 3.25 കടന്നുകൊണ്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. പക്ഷെ അനന്യാസിന്റെ കാര്യം അറിയോ? അനന്യാസിന് ഒരു സിറ്റി ഉണ്ടായിരുന്നെന്നാ, സ്വന്തമായിട്ട് ഒരു പട്ടണത്തിന്റെ ഓണറായ ആള്. ആലോചിക്കുക, അയാൾ എന്നാ കോടീശ്വരനാന്ന്. അയാളുടെ ഒറ്റ ദശാംശം മതി 10,000 സഭ കൊണ്ടുപോകാൻ. ഭയങ്കര കോടീശ്വരനാ. അതാ ഈ നിലം വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരിച്ച തന്നെ. റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ കിടക്കുന്ന 3.25 സെന്റ് 7.25 ലക്ഷം രൂപയ്ക്ക്. അയ്യോ, ഇയാളുടെ പേരിലൊരു സിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനോട് കളിച്ചപ്പോൾ എടുത്ത് പെട്ടിക്കകത്ത് വെച്ച് പത്രോസ് പറഞ്ഞു, അച്ഛനെ അങ്ങോട്ട് സെമിത്തേരിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്നേരം അവിടെ നിന്ന് ആരാണ്ട് പറഞ്ഞു, അമ്മാമ്മേനെ കാണിച്ചിട്ടേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, വേണ്ട, അമ്മാമ്മ അവിടെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. ആ ശവപ്പെട്ടി പുതിയ നിയമസഭയോട് പറഞ്ഞ ദൂതനെന്നറിയോ? സഭയെ നയിക്കേണ്ടത് കാശല്ല, ഹോളി സ്പിരിറ്റ് ആണ്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എൻ്റെ പൊന്നു പ്രിയപ്പെട്ട, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയാം. എല്ലാവരും ഒന്നും നല്ലതല്ല. കള്ളപ്പിരിവുകാരുണ്ടാകാം. ഐ എം സോറി, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ഷമിക്കണം. കള്ളത്തരം പറഞ്ഞ് പിരിക്കുന്നവരൊക്കെ ഉണ്ടാവാം. കള്ളപ്പിരിവുകാര്, തട്ടിപ്പുകാര് ഒക്കെ ഇതെല്ലാം ഇതിനകത്തൊക്കെ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നീ നിസ്വാർത്ഥമായ മനസ്സോടെ ദൈവത്തെ മനസ്സിൽ കണ്ടോണ്ടാ കൊടുത്തെന്നോർത്തോ. അത് മേടിച്ചത് കള്ളനാണെങ്കിലും കൊടുത്ത നീ ഏത് മനസ്സോടെയാണോ കൊടുത്തത്, അതിൻ്റെ നന്മ നിന്റെ തലമുറ അനുഭവിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അപ്പൊ ചിതറിക്കുക എന്ന് പറഞ്ഞ പിശാചിന്റെ ഒരു അജണ്ടയാ. ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. പരിശുദ്ധ ആ സീസൺ കഴിഞ്ഞു. ഈ ദേശത്ത് ആ ക്ലൗഡ് ഇനി ഓപ്പറേറ്റ് ചെയ്യരുത്. ഇനി പിളർത്തലല്ല, ഇനി വളർത്തലാണ്. ഇനി ഒതുക്കലല്ല, ഇനി വിശാലതയാണ്. ഇനി ദാരിദ്ര്യമല്ല, ഇനി സമൃദ്ധിയാണ്. അത് ഞാൻ ആത്മാവിൽ പ്രൊക്ലെയിം ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. പെട്ടകം ഒരു ബാലൻസ് ആണെന്നല്ലേ പറഞ്ഞത്. ആന അതിനകത്ത് കയറിയിട്ട് പറയുക, എനിക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നോഹവരെ അച്ഛൻ ഇത്രയും കനവും വെച്ചുകൊണ്ട് വിൻഡോ സീറ്റിൽ പോയ ഇതെല്ലാം കൂടെ മറിയോണ്ട് അച്ഛൻ നടുക്കോട്ട്. അച്ഛൻ പറഞ്ഞില്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് വിൻഡോ സീറ്റാണ്. അങ്ങനെ ആരാണ്ട് പിടിവാശി വെച്ചപ്പോഴാണ് ആ പെട്ടകം മറിഞ്ഞത്. ജിറാഫ് പെട്ടകത്തിൽ കയറി വെച്ചോളൂ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ തല ഇങ്ങനെ. അച്ഛൻ ഇച്ചിരി ഒതുക്കാവോ? ഇല്ല. കുഞ്ഞെ, പെട്ടകത്തിലാണോ? നിങ്ങൾ കേട്ടില്ലല്ലേ? ഒതുങ്ങണ്ടേ അച്ഛ? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? ഉണ്ടെ പിൻവലിക്കാം. ഒതുങ്ങണം. കാര്യം സഭ ഒരു ബാലൻസിൽ പോകുന്നതാണ്. ഞാൻ ഇനി പറയണമെന്നറിയില്ല. ഈ കൂടുതൽ വിശേഷ അന്വേഷണം ഒന്നും സഭയ്ക്കകത്ത് നടത്തരുത്. എന്നാ ഉണ്ടോ മാമേ വിശേഷം? ഒന്നുമില്ല. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? പിന്നെ ഒന്നുമില്ല. ഇപ്പം എന്നാ ഉണ്ട്? ഇപ്പോൾ ഒന്നുമില്ല. നാളെ എന്നാ ഉണ്ടാകാനുണ്ട്?
ഇയൊക്കെ എന്തിൻ്റെ അസുഖ? കുത്തി ഇളക്കി ഒരു വിഷയവും ചോദിക്കണ്ട. യോഗം കഴിയുക, കാപ്പി ഉണ്ടോ മേടിച്ച് കുടിക്കുക, കഞ്ഞി ഉണ്ടോ കൊഞ്ഞുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാകട്ടെ, കഞ്ഞി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പിന്നെ യേശുവിന്റെ നാമത്തിൽ 24 മണിക്കൂർ അടയാത്ത ഒരു അടുക്കള ഈ സഭയ്ക്ക് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഇവിടുത്തെ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വന്ന് കഴിക്കട്ടെ എല്ലാ ദിവസവും. ഇവിടുത്തെ മക്കൾ നോക്കാത്ത അപ്പന്മാർ ഇവിടെ വന്ന് കഴിക്കട്ടെ. ദൈവമക്കളൊക്കെ കഴിക്കട്ടെ, എല്ലാവരും കഴിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അതൊരു വലിയ ശുശ്രൂഷയാ. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ എന്നാ ഉണ്ട് വിശേഷം, ഇനി എന്നാ ഉണ്ട് വിശേഷം, നാളെ ഒന്നുമില്ല. ഒരു ലിമിറ്റ് കൂടുതൽ ആളുകളോട് വിശേഷം തീരരുത്. ഇന്നാള് ഒരാൾ ചോദിച്ചു എവിടെ പോകുന്നു? അപ്പം മറ്റേ പുള്ളിക്ക് പറയാൻ താല്പര്യമില്ല, ഇവിടം വരെ. എന്നാലും ഈ പുള്ളി പറയും ഇവിടം വരെയാണ്, പിന്നെ തിരിച്ചു പോകാൻ മേലേന്ന്. അത് കോട്ടയം ശൈലിയാ. ഇവിടം വരെയാണ് പിന്നെ. അല്ല, ഇയാൾക്ക് ഇത് അറിഞ്ഞിട്ട് എന്തെടുക്കാനാ? ഒരു വീട്ടുകാരുടെയും കാര്യം ഒരു ലിമിറ്റ് കൂടുതൽ ചോദിക്കരുത്. അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോണം. ഇനി പറയുന്നവരോട് ഞാനൊരു സദ്വർത്തമാനം പറയാം. അവരൊരു സമയം കഴിയുമ്പോൾ അത് തിരിച്ചടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിന്റെ കൈ വെച്ചേക്കുന്ന അതിൻ്റെ നല്ലത്. അത് സത്യാന്ന് പറഞ്ഞേ, അത് സത്യാന്ന് പറഞ്ഞേ. പിന്നെ സഭയുടെ ബന്ധം നിലനിൽക്കണോ? ഒരു ലിമിറ്റിൽ കൂടുതൽ എന്ത് ചെയ്യരുത്. വേണ്ട എന്നാ ഇതിന് മാത്രം. പിന്നെ എന്നാ ഉണ്ടെന്നേ? ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. യേശു നല്ലവൻ. God is great. ബാലനാമ ശംദരറബ ഹതരറബ ശതലറമ ശംദരറബ ഹംസ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് സഭയുടെ പാസ്റ്റർ. ഇപ്പോൾ ഇരിക്കുന്ന 7ാമത്തെ സഭയാ. ഹല്ലേലൂയ. കൂടുതൽ ബന്ധം ഉണ്ടാക്കി അവിടെ എല്ലാം വലിയ ഇടിനാശവും വെള്ളപ്പൊക്കം ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ചക്കരക്കലത്തെ ഈച്ച പറ്റിയ പോലെ ഒന്നും നിൽക്കണ്ട. അത്യാവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വണ്ടി കയറി സ്ഥലം വിട്ടേക്കണം. ഹല്ലേലൂയ. ഞാനിത് കൂട്ടായ്മ വേണ്ടെന്നുള്ള ആശയത്തിലൊന്നും അല്ല ഈ പറഞ്ഞത്. കൂട്ടായ്മകൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ ഈ ടോക്സിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? ടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷജന്യമായ സ്വഭാവം. ചില ആളുകളോട് കൂട്ടുകൂടി അവർ ടോക്സിക്കാണ് എന്ന് പറഞ്ഞാൽ അവരോട് കൂടിയാൽ പിന്നെ അങ്ങോട്ട് തിരിയാൻ പറ്റുകയില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റുകയില്ല, കിഴക്കോട്ട് നോക്കാൻ പറ്റുകയില്ല, പടിഞ്ഞാട്ട് നോക്കാൻ ഇയാൾ പോയി പണി നോക്കാൻ പറ. ലോകത്തിലെ ഏറ്റവും വലുത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്നാലും ഞങ്ങളെ വിളിക്കാതെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോയത്? പിന്നെ ഇവർ വന്നില്ലേ യോധന പോകാൻ പറ്റുകയല്ലേ? അങ്ങനെയാണ് കാകളം നിൽക്കും. ഇവർ സ്വർഗത്തിൽ വരുന്നില്ലെങ്കിൽ ആ കൂടെ ഇവിടെ നിൽക്കണ്ടേ? പോയോ സമയം പോയി. ഞാൻ 9 മണിക്ക് നിർത്തണമെന്ന് ഓർത്ത സമയം പോവുക. ഹല്ലേലൂയ. ഞാൻ പാസ്റ്റിനെ നോട്ടത്തിനകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഞാൻ ഒരു പോയിന്റ് പറയാനായി തത്രപ്പെടുന്നതല്ലാവേ. അപ്പോൾ ഒന്നാമത് ഏതെങ്കിലും സംഭവിച്ചത് കൂട്ടായ്മ ചിതറലാണ്. ഈ എന്നാ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഈ പാലിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ 1 സെക്കൻഡ് മതി. എന്നാൽ ഈ വെള്ളവും പാലിനും തമ്മിൽ വേർതിരിക്കാൻ ഭയങ്കര പാടാ. ഇതാണ് കൂട്ടായ്മ. കണ്ടോ? തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ ബൈബിളിലെ വാക്ക് കൊയിനോനിയ എന്നാ. കൊയിനോനിയ അങ്ങ് അലിഞ്ഞ് അവരിലേക്ക് എന്ന് പറഞ്ഞാൽ സഭയിൽ ഒരു കൊച്ചിന് മേലെന്നറിഞ്ഞാൽ നിന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു അപ്പച്ചന് ക്യാൻസർ ഉണ്ട്, തൊണ്ടയ്ക്കൊരു പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ തൊണ്ടയിൽ ഇങ്ങനെ മുഴ വന്നിട്ട് ശ്വാസം പോകാൻ വേണ്ടി ഇവിടെ ഒരു കിഴുത്തേട്ടു, മീൻസ് ഒരു ട്യൂബ് വെച്ചു. ഞായറാഴ്ച ഞങ്ങളുടെ സഭയിലെ ദൈവമക്കളെല്ലാം കൈ ഉയർത്തി പിടിച്ച് എന്നെ കരച്ചിലായിരുന്നില്ല. 19 വയസ്സുള്ള അച്ഛനാ, പക്ഷെ അയാൾ ഞങ്ങളുടെയാ. അയാളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത്രയുള്ള കാര്യം. അതിൻ്റെ പേരാ കൂട്ടായ്മ. അല്ലാതെ ഇവിടെ ഒരു കൊച്ച് 12ാം ക്ലാസ് തോറ്റപ്പം ചിന്നമ്മാമ അന്നമ്മാമ്മയുടെ ചെയ്യുമ്പോൾ അല്ലല്ലോ അവർക്ക് ഒരു ശകലം നീളം കൂടുതലായിരുന്നെന്ന്. എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നറിയോ? നമ്മുടെ കൊച്ചു ഒളിച്ചോടിപ്പോയ പറയും പോരാട്ടമാണെന്ന് പറയും, അപ്പുറത്തെ കൊച്ചു ഒളിച്ചോടിപ്പോയ പറയും അത് വളർത്തു ദോഷമാണെന്നും പറയും. അതാ എനിക്ക് പിടി കിട്ടാത്തത്. ഞാനിപ്പോൾ ആ കൂട്ടായ്മ എന്നുള്ള വിഷയം വിട്ടോട്ടെ.
ഒരു മനസ്സോടെ നിൽക്കണം സഭ, ഒരു മനസ്സോടെ നിൽക്കണം. കൂട്ട യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈ കൊടുത്തേച്ച് പറഞ്ഞേ, ഒരു മനസ്സോടെ നിൽക്കണമെന്ന് പറഞ്ഞേ. കമാൺ താൽബറ റഹത്തറ ബഹത്തറ ബഹത്തറ ഭൗഷരാധര ഔഡമനഘടകസ്യ. നിങ്ങളുടെ അടുത്ത് കൈ തരാൻ സന്തോഷമില്ലാതിരിക്കുന്നവരുണ്ട്, അവിടെ കയ്യെ പിടിച്ച് വലിച്ച് ഇപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കരുത്, അതവിടെ ഇരുന്നോട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഉയർച്ച കൊതിക്കുന്ന തലമുറ. ഈ ആഗ്രഹങ്ങളാണ് പലപ്പോഴും നിരാശകളുടെ സ്രോതസ്. അത് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. വലിയ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് ഉയരണം, എനിക്ക് ഉയരണം, എനിക്ക് ഉയരണം. ആ ഉയരണമെന്ന് ചിന്തിച്ചാൽ എന്നാ പഴം കിട്ടിയാലും തിന്നുമെന്നുള്ളതാണ്. സത്യത്തിൽ ആകെ 16 മുടിയാണ് കൊഴിഞ്ഞത്. അന്നേരമാണ് ഫേസ്ബുക്കിനകത്ത് കണ്ടത് ഇത് പേരട്ടി. അതിനകത്താണെങ്കിൽ ഇത്രയും മുടി വളർത്തിയ ഒരു ചെറുക്കനെ കാണിക്കും. അന്നേരം നമ്മൾ ഓർക്ക് ഇതിപ്പം പിറ്റേ ദിവസം വളർന്ന് എന്ത് ചെയ്യും, ഇഞ്ഞ് തൂക്കുമെന്ന് ഓർത്ത് അത് വാരി തേച്ചോടി ഉള്ള 9 കൂടെ പോയി. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇതിങ്ങനെ വശീകരിച്ച് നമ്മളെ ഉയരാനുള്ള ഒരു ഇതിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരിക. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നതൊക്കെയാണ് വാരിത്തേക്കെന്ന് അറിയത്തില്ല. അരിപ്പൊടി, തേന്, പിന്നെ ദോശ ഉണ്ടാക്കുക. അമ്മ ആകെ 6 ദോശയ്ക്കാണ് കുഴച്ച് വെച്ചത്. രാവിലെ വരുമ്പോൾ 4 2 പുരട്ടിക്കൊണ്ട് ഇവിടെ ഒറ്റ ഇരിപ്പ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഹല്ലേലൂയ. മുന്നറിയിപ്പില്ലാതെ നമ്മൾ മുറിക്കാത്തോട്ട് കയറി ചെന്നാൽ നമ്മളും കൂടെ പേടിച്ചു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കല്യാണ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ തലേ ദിവസം, എനിക്ക് കല്യാണത്തിനൊന്നും പോകാൻ പറ്റുകയില്ല. തലേ ദിവസം അവിടെ ചെന്നപ്പോൾ ആ കൊച്ചു പച്ചക്കറിയുടെ അടിയിൽ കിടക്കുക. പിന്നെ കണ്ണിൽ കുക്കമ്പർ ഉള്ളതുകൊണ്ട് ഭാഗ്യം വെക്കണമെന്ന് എന്നോട് ഇങ്ങനെ വെച്ചാൽ പറഞ്ഞു ഒന്നുമില്ല. ഓക്കെ, ഇത് ഞാൻ ഒരു പോയിന്റിലോട്ട് വരാം, പ്രാർത്ഥിക്കാൻ പോകണേ. രണ്ടാമത്തെ കാര്യം, ഉയരാനുള്ള കൊതി. ഈ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ വന്നാൽ നിങ്ങൾ തോറ്റു പോകും കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ സാധനം എഴുതി നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ബാക്കിയെല്ലാം മറന്നു വെച്ചു ഐ ലവ് യു ലോഡ്. അപ്പേ ഞാൻ അങ്ങ് സ്നേഹിക്കുക. വിശ്വാസത്തിൽ വന്നിട്ട് 10-11 വർഷം അർത്ഥപ്പട്ടിണി കിടന്നൊരു വീട്ടുകാരാ ഞങ്ങൾ. 400 രൂപയുടെ ഒരു സൈക്കിളിൽ തുടങ്ങിയതായത്. കോട്ടയം തിരുനക്കര മൈതാനത്ത് IPCയുടെ കൺവെൻഷൻ നടക്കുമ്പോൾ പന്തലിൻ്റെ കാവൽക്കാരനായിരുന്നോടോ എൻ്റെ അപ്പൻ. ഒരു രാത്രി പന്തൽ കാക്കുന്നതിന് 20 രൂപ. 7 ദിവസം പന്തൽ കാത്താൽ 7 × 14 140 രൂപ. 50 രൂപ. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന KC ചെറിയാച്ചൻ എന്ന് പറഞ്ഞൊരു പാസ് കൊടുക്കും, 190. 10 രൂപ പന്തലിൽ കിടന്ന് കിട്ടും, 200. അതെങ്ങനെയാണ് 10 രൂപ പന്തൽ? അന്നത്തെ ദൈവമക്കൾ ആരാധിക്കും, അപ്പോൾ പോക്കറ്റിൽ നിന്ന് തെറിക്കും. ഇന്നത്തെ അവന്മാർ ആരാധിച്ചാലും പോക്കറ്റ് ഞെക്കിക്കൊണ്ടേ ചാടുള്ളൂ, പോകാൻ ഇങ്ങനെ പിടിച്ചോണ്ടാ ചാടുന്നത്. 200 രൂപയ്ക്ക് വേണ്ടി തിരുനക്കര മൈതാനത്ത് പന്തൽ കാത്ത അപ്പൻ്റെ മോനാ പാസ്റ്റേ ഞാൻ. പക്ഷെ ദൈവത്തിന് നീതി കേൾക്കണോ? ആ തിരുനക്കര മൈതാനത്ത് എത്രയോ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞു. എത്രയോ അത്ഭുത നന്മകൾ യേശു ചെയ്തതു നിനച്ചിടുകിൽ. എത്രയോ അത്ഭുത നന്മകൾ കർത്തൻ ചെയ്തതു നിനച്ചിടുകിൽ. ഇതുവരെ ശുഭമായി നടത്തിയോനിനി മേലും നടത്തിയിടുമേ. ഇതുവരെ ശുഭമായി നടത്തിയോനിനി മേലും നടത്തിയിടുമേ. ഭയം ലേശം വേണ്ടിനിയും മമ യേശുയൻ അഭയം. വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. മതി, എനിക്കത് മുഴുവൻ പാടാൻ ആഗ്രഹമുണ്ട്. പഴയ പാട്ട് പിടിക്കണോടോ, അതിനകത്ത് ഭയങ്കര സോളുണ്ട്. പഴയ പാട്ട് പിടിക്കണം, അതേ കടപ്പുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തെ സാധനം അതിനകത്ത് കടപ്പാട്. പുതിയ പാട്ടിനകത്ത് ഒന്നും ഇല്ലെന്നല്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ ഒത്തിരിയും പാടിയിട്ടുണ്ട് ധാരാളം.
ധാരാളം പാടിയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു വാക്ക് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾ എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്? റൈറ്റ്. ഒന്ന്, ഏതൽ കൂട്ടായ്മ ചെതറി, മാളിക മുറിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. രണ്ട്, ഏതൽ ഹവ്വ ഉയർച്ച കൊതിച്ചു. മാളിക മുറി വന്നപ്പോൾ ഉയർച്ച കൊതിച്ചവരല്ല, ഉള്ളതും കൂടെ വിറ്റ് കൊടുത്തവരാണ് അതിനകത്തിരിക്കുന്നത്. മൂന്നാമത്തെ പോരാട്ടം എന്നറിയോ? സാത്താനുമായിട്ടുള്ള കോൺവെർസേഷൻ. സാത്താനുമായിട്ടുള്ള കോൺവെർസേഷൻ. അന്നേ ദൈവം തീരുമാനിച്ച് ഈ പിശാചുമായിട്ട് സംസാരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കുഴയും. അതുകൊണ്ട് പിശാചിന് മനസ്സിലാകാത്തൊരു ഭാഷ ദൈവത്തോട് സംസാരിക്കാൻ നമുക്ക് തന്നു. അതിൻ്റെ പേരാണ് അന്യഭാഷ. ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു ഈ സഭയുടെ ചർച്ച് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റഡി വായിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എനിക്കത് വലിയ സന്തോഷം എന്നൊരു കാര്യമാണ്. ഒരു 500 hours 500 മണിക്കൂർ നിങ്ങൾക്ക് അന്യഭാഷ പറയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വേറെ ഒരാളായി മാറിയിരിക്കും. ജസ്റ്റ് 1.5 years ഡെയിലി 1 hour അന്യഭാഷ പറഞ്ഞാൽ മതി. പിശാചിന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത വേറെ ഒരാളായിട്ട് നിങ്ങൾ മാറും. ഇനി നമ്മൾ ഈ ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാൻ പോവാം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കെ മാത്രം ഒന്ന് തൊടാൻ പോവാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായെന്നൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായത്. എല്ലാവരും പറഞ്ഞേ, ആകാശത്തുനിന്നൊരു പറഞ്ഞു ഒരു മുഴക്കം ഉണ്ടായി. ഞാൻ ആ വാക്ക് മാത്രം ഒന്ന് പിടിക്കാനാണ്. എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ മതി. ഈ ആകാശത്തുനിന്നൊരു മുഴക്കം, ഈ വാക്ക് ഞാൻ ബൈബിളെ വേറെ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഈ യെഹെസ്കേൽ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കം ഉണ്ടായി ഇല്ലേ? 2, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ വലിയ മഴയുടെ മുഴക്കം ഉണ്ടാകും. ഇങ്ങനെ വളരെ ഗൗരവമുള്ള ഭാഗത്തൊക്കെ ഈ വാക്യം കിടപ്പുണ്ട്. എന്നിട്ട് ഈ വാക്യത്തെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് വലിയ ആകാശത്തൊരു മുഴക്കമുണ്ട്. ഒന്ന് ചേർന്ന് പറഞ്ഞ് പ്ലീസ്. ആകാശത്തൊരു, അതിന് കൊടുത്തിരിക്കുന്നത് വോയിസ് ഓഫ് ഹെവൻ. ഒന്ന് പറഞ്ഞ് വോയിസ് ഓഫ് ഹെവൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എന്നിട്ട് രാവിലത്തെ പോലെ നിങ്ങൾ കുറച്ച് ദൈവമക്കളൊന്ന് ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് അടുത്ത് വന്നേ. എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് പുറകോട്ട് പോകാം. പിന്നെ ബാക്കി പാസ്റ്റർമാർ ചെയ്തോളൂ. പ്ലീസ് കം ഫോർവേഡ്. മോനെ ഓ യേശുവിൻ പിൻപേ പോകാനുറച്ച്, യേശുവിൻ പിൻപേ പോകാനുറച്ച്, യേശുവിൻ പിൻപേ പോകാനുറച്ച്, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. ഇനി നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. എനിക്ക് നിങ്ങളുടെ അറ്റൻഷൻ വേണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇത്രയേ ഉള്ളൂ. ആകാശത്ത് ഒരു മുഴക്കം ഉണ്ടായി. അവിടെ കിടത്തിരിക്കുന്ന മലയാളം വേർഡ്, ഇംഗ്ലീഷിലെ വാക്ക് വോയിസ് ഓഫ് ഹെവൻ. സ്വർഗത്തിൽ നിന്ന്, മോനെ ഇതിന്റെ ഉള്ളിൽ തരാമോ മക്കളെ? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു എന്ന് പറഞ്ഞ മക്കളെ വോയിസ് ഓഫ് ഹെവൻ. ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ എവിടെയൊക്കെയോ ഈ വാക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ വോയിസ് ഓഫ് ഹെവൻ അല്ല, വോയിസ് ഓഫ് നോയിസ്
എന്ന് പറഞ്ഞൊരു വാക്ക് കിടപ്പുണ്ട്. പുറമെ നോക്കിയാൽ നമുക്കൊന്നും തോന്നുകയില്ല. വോയിസ് ഓഫ് നോയ്സ്. ഒന്ന് പറഞ്ഞേ, വോയിസ് ഓഫ് നോയ്സ്. ഈ ആകാശത്തൊരു മുഴക്കം ഉണ്ടായി, ഇവരുടെ മേളിലോട്ട് വരുവാ ഈ സാധനം. വോയിസ് ഓഫ് നോയ്സ്. ഈ വോയിസ് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ ശബ്ദം. പിന്നെ എന്തിനാണ് ഈ വാക്ക് ഇങ്ങനെ ഇടയ്ക്ക് തിരികെ കയറ്റുന്നത് അറിയില്ല. വോയിസ് ഓഫ് നോയ്സ്. ഈ നോയ്സ് എന്ന വാക്കിന്റെ മലയാളം ശബ്ദാവലിക്കകത്തെ അർത്ഥം നിങ്ങൾ എടുത്തോണം. ഒന്ന്, ഒച്ച, ബഹളം, ശബ്ദം, കോലാഹലം. ഒന്നുകൂടെ പറയാം. ഒച്ച, ബഹളം, ശബ്ദം, കോലാഹലം. ഈ 4 സാധനം നിങ്ങൾ മേശപ്പുറത്തോട്ട് എഴുതി വെച്ച്, ഒച്ച, ബഹളം, ശബ്ദം, കോലാഹലം. ഈ 4ന്റെയും പുറകിൽ റീസൺ വേണം. ചുമ്മാതെ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കോ? ചുമ്മാതെ ബഹളം ഉണ്ടാക്കോ? ചുമ്മാതെ കോലാഹലം ഉണ്ടാക്കോ? ഈ 4 സാധനത്തിന്റെ പുറകിൽ റീസൺ വേണം. അങ്ങനെയാണെങ്കിൽ മാളിക മുറിയിലെ ശബ്ദം പുറകിൽ ഒരു കാരണം കൊണ്ടുണ്ടായതാ. ശ്രദ്ധിച്ചേ, അവിടെ വിടുക. ആ 4 അർത്ഥവും ഇന്ന് രാത്രി പ്രസംഗിക്കാൻ നിന്നാൽ എനിക്ക് ധാരാളം മണിക്കൂറുകൾ അത് പറയേണ്ടി വരും. ഐ എം റിയലി സോറി. ഞാൻ ആ ഭാഗം വിടുക. ഈ 4 വാക്ക് മാറ്റി വെച്ച് ഈ മലയാള ശബ്ദാവലിക്കകത്ത് ഈ നോയ്സ് എന്ന വാക്കിന് ഓരർത്ഥം കിടപ്പുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു സിഗ്നലിനെയോ, കമോൺ മക്കൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ഒരു സിഗ്നലിനെയോ ഒരു ഡേറ്റയെയോ ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ള മറ്റൊരു സിഗ്നൽ. ഇപ്പോഴത്തെ തലമുറയ്ക്ക്, പ്രായമുള്ളവർക്ക് എത്രത്തോളം അത് എത്താൻ പറ്റുന്നത്? ഇന്ന് മുഴുവൻ സിഗ്നൽ അല്ലേ. ഫ്ലൈറ്റിന്റെ റൂട്ട് നിശ്ചയിക്കുന്നത് സിഗ്നൽസ്, റഡാർ സിഗ്നൽസ്, മൊബൈൽ സിഗ്നൽസ്, TV സിഗ്നൽസ്, കമ്പനികൾ മുഴുവൻ. താൻ ടെക്നോളജി അല്ലേ, കമ്പനി മുഴുവൻ ഡേറ്റയാ അല്ലേ, ഒരു ഡേറ്റയുടെ പുറകില്ല. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റയെ ഹൈജാക്ക് ചെയ്യുന്ന വേറൊരു ഡേറ്റ. ശ്രദ്ധിച്ചേ, ഒരൊറ്റ ദൂത് പറയാനാ ഞാൻ ഈ കഷ്ടപ്പെട്ടത്. ഇന്ന് നിന്റെ മേൽ ആത്മാവിന്റെ മുഴക്കമിറങ്ങിയാൽ ഇന്നലെ വരെ നിന്റെ വീട്ടിൽ ഓപ്പറേറ്റ് ചെയ്ത ആ പഴയ ഡേറ്റ ഇപ്പോൾ ശക്തിയോടെ കരമടിച്ച് ആ പഴയ ഡേറ്റ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ നേരത്തെ? അതിന്റെ പുറകിൽ ഒരു ഡേറ്റ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ടുണ്ടോ? അതിന്റെ പുറകിൽ ഒരു ഡേറ്റ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഡിവോഴ്സ് നടന്നിട്ടുണ്ടോ? അതിന്റെ പുറകിൽ ഒരു ഡേറ്റ ഉണ്ട്. നിങ്ങളുടെ ഒരു തലമുറ വീട് വിട്ടു പോയിട്ടുണ്ടോ? അതിന്ന് ബ്രേക്ക് ആകാൻ പോകയാ.